when there's no more hope. Good morning dear students. Good morning. How are you? Are you fine? Okay. നമുക്ക് ഇന്ന് കുറച്ച് മാത്സ് സ്റ്റഡി ചെയ്യാം. നമ്മൾ മാത്സിൽ എന്തൊരു പുതിയ ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ലൈൻ സെഗ്മെന്റ് റേ ആൻഡ് ലൈൻ. ഇതൊക്കെയാണ് ലൈൻ സെഗ്മെന്റ് റേ ആൻഡ് ലൈൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ലൈൻ സെഗ്മെന്റ് എന്താണ്, റേ എന്താണ്, ലൈൻ എന്താണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ആദ്യം ബേസിക് കോൺസെപ്റ്റ്, അതായത് നമ്മൾ ഈ ലൈൻ, പ്ലെയിൻ, പോയിന്റ്, ലൈൻ സെഗ്മെന്റ് ഇതൊക്കെ എന്താണെന്നാണ് ആദ്യം ഒന്ന് നോക്കുന്നത്. 3 geometrical terms, namely point, line and plane, from the foundation of geometry. അപ്പം നമ്മുടെ ജിയോമെട്രിയിൽ അല്ലേ, ജിയോമെട്രിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന, അടിസ്ഥാനം എന്ന് പറയുന്ന എന്താ 2-3 ടേംസ് ആണ്. ലൈൻ, വരകള്, അതുപോലെ തന്നെ പ്ലെയിൻ, പ്രതലങ്ങള്. ഓക്കെ, പ്ലെയിൻ, പിന്നെന്തുണ്ട്, പോയിന്റ് അല്ലേ. ഇതൊക്കെ എന്താണ് ജിയോമെട്രിയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പോയിന്റ്, ലൈന്, പ്ലെയിൻ എന്നൊക്കെ പറയുന്നത്. These terms cannot be precisely defined. However, we give examples to illustrate the meaning of these terms. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ എന്താ ഡിഫൈൻ ചെയ്യാൻ, കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല. നമുക്ക് എക്സാമ്പിൾസിലൂടെ ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ മീനിങ് എന്താന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പോയിന്റ് എന്ത്, ലൈൻ എന്ത്, പ്ലെയിൻ എന്ത് എന്നൊക്കെ നമുക്ക് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്ത് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്, എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ ഇത് എന്താണ്, ഇതിന്റെ മീനിങ് എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്ലെയിൻ എന്താണ്, പ്രതലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് നമുക്ക് പ്ലെയിൻ എന്താന്ന് നോക്കാം. ഓക്കെ, പ്ലെയിൻ നോക്കിക്കേ. A solid has a surface which may be flat or curved. For example, the surface of a wall is flat and the surface of a ball is curved. അപ്പോൾ നമുക്കറിയാം, ഒരു ഖരപദാർത്ഥത്തിന് അല്ലേ, ഒരു സോളിഡ്സിന് എന്തുണ്ട്, ഒരു പ്രതലം കാണും, ഒരു ഉപരിതലം അല്ലെങ്കിൽ അതൊരു പ്രതലം കാണും. വിച്ച് മേ ബി ഫ്ലാറ്റ് ഓർ കർവ്ഡ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രതലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപരിതലം എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്ലാറ്റ് ആയിരിക്കാം അല്ലേ, പരന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, കർവ് ഷേപ്പ്, ഒരു വളഞ്ഞ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഖരപദാർത്ഥത്തിന്റെ പ്രതലം എടുത്താൽ അത് ഫ്ലാറ്റ് ആണ്. നമ്മളൊരു ബോൾ എടുക്കുവാണെങ്കിൽ അതിന്റെ പ്രതലം എന്തായിരിക്കും, അത് ബോൾ നമുക്കറിയില്ലേ, ഒരു റൗണ്ട്, ഒരു കർവ് ഷേപ്പ് ആയിരിക്കാം ബോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സോളിഡ് എടുത്താല് അല്ലെ, ഒരു ഖരവസ്തു അല്ലെങ്കിൽ ഒരു ഖരരൂപം എടുത്താല് അതിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലെയിൻ ആയിരിക്കും, നമ്മൾ ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കർവ് ഷേപ്പ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ദ സർഫസ് ഓഫ് എ വാൾ ഈസ് ഫ്ലാറ്റ്. ഒരു വാളിലെ ഒരു മതിലിന്റെയൊക്കെ പ്രതലം എന്ന് പറഞ്ഞാൽ അത് ഫ്ലാറ്റ് ആയിരിക്കും. ഒരു ബോളിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, അതൊരു കർവ് ഷേപ്പ് ആയിരിക്കും. ഫ്ലാറ്റ് സർഫസസ് ആർ നോൺ ആസ് പ്ലെയിൻ സർഫസസ്. അപ്പൊ ഇങ്ങനെ പരന്ന പ്രതലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലെയിൻ സർഫസസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തെയാണ് നമ്മൾ പ്ലെയിൻ സർഫസസ് എന്ന് വിളിക്കുന്നത്. എ പ്ലെയിൻ ഹാസ് നോ ബൗണ്ടറി ഇല്ല. എന്താണ് പ്ലെയിന്, എന്താ ഒരു ബൗണ്ടറി ഇല്ല. ഓക്കെ, നോക്കിക്കേ. The surface of a smooth wall, the surface of the top of a table, the surface of a smooth blackboard, the surface of a sheet of paper, the surface of a calm water in a pool are examples of a portion of a plane. അപ്പോൾ ഒരു പ്ലെയിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, സ്മൂത്ത് വാൾ അല്ലേ, ഒരു സ്മൂത്ത് എന്നല്ല വാൾ, മതിലിന്റെ ആ ഒരു പ്രതലം എന്തായിരിക്കും, ഈ ഒരു പ്ലെയിന് എക്സാമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ടേബിളിന്റെ ടോപ്പ് ഓഫ് ദ ടേബിള് സ്മൂത്ത്, ബ്ലാക്ക് ബോർഡിന്റെ ആ ഒരു സർഫസ്, പിന്നെ ഷീറ്റ് ഓഫ് പേപ്പർ അതിന്റെ ആ സർഫസ്, പിന്നെ എന്താണ് നല്ല കാമായിട്ടുള്ള വാട്ടർ, ഒരു പൂളിൽ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന ജലത്തിന്റെ പ്രതലം. ഇതെല്ലാം നമുക്ക് ഈ പ്ലെയിനിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. We draw figures such as a
സർക്കിൾ എക്സെട്ര ഇൻ എ പ്ലെയിൻ വി കോൾ ദം പ്ലെയിൻ ഫിഗേഴ്സ്. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കും ഇല്ലേ, ഒരു ത്രികോണം വരച്ചാലും പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ വരച്ചാലും ഇല്ലേ, ഒരു റെക്റ്റാങ്കിൾ വരച്ചാലും ഒരു സർക്കിൾ വരച്ചാലും അപ്പൊ അതെല്ലാം നമ്മൾ പ്ലെയിൻ ഫിഗേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം എന്താ, അതിലെല്ലാം പ്രതലങ്ങള് ഉണ്ട്. അപ്പൊ വി കോൾ ദം പ്ലെയിൻ ഫിഗേഴ്സ്, അതിനെല്ലാം നമ്മൾ പ്ലെയിൻ ഫിഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പ്ലെയിൻ എന്താ നിങ്ങൾക്ക് ഏകദേശം എക്സാമ്പിൾ ഒക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും അല്ലേ. നെക്സ്റ്റ് വൺ പോയിന്റ്. എന്താണ് പോയിന്റ് എന്നുള്ളത് നോക്കിക്കേ. എ പോയിന്റ് ഈസ് എ മാർക്ക് ഓഫ് പൊസിഷൻ ഇല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാനം അടയാളപ്പെടുത്തുന്നത് അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് എ പോയിന്റ് ഈസ് എ മാർക്ക് ഓഫ് പൊസിഷൻ, ഒരു സ്ഥാനത്തിന്റെ നമ്മൾ അടയാളം. ഓക്കെ, a small dot made by a sharp pencil on a plain paper represents a point. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഷാർപ്പ് പെൻസിൽ കൊണ്ട് ഒരു പോയിന്റ് ഇടുക ഒരു പ്ലെയിൻ പേപ്പറിൽ കേട്ടോ. ഇതെന്താ, അതൊരു പോയിന്റ് ആണ്. ഓക്കെ, point A, we name a point by a capital letter of English alphabet. In a given figure, point A is a point. A point has no length, breadth or thickness. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ദാ പോയിന്റ് ഇട്ടിട്ട് അതിനെ എന്താ സൂചിപ്പിക്കാൻ നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത്. അപ്പൊ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റ് ആണ്, പോയിന്റ് എ. ഓക്കെ, അപ്പം ഈ പോയിന്റിന് നോ ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഇല്ല, തിക്നെസ്സും ഇല്ല അല്ലെ, നീളമോ വീതിയോ കനമോ ഒന്നും ഈ പോയിന്റിനില്ല. നമ്മൾ ജസ്റ്റ് എന്തിരുന്ന ഒരു പെൻസിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഒരു പോയിന്റ് ഇങ്ങനെ എഴുതുന്നത്. അതിനെ അടയാളപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇംഗ്ലീഷിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ അതിന് നൽകുന്നു. നമ്മൾ പ്ലെയിൻ എന്താന്ന് എക്സാമ്പിളിലൂടെ പഠിച്ചു, പോയിന്റ് എന്താന്ന് പോയിന്റ് എന്താണ്, എ പോയിന്റ് ഈസ് എ മാർക്ക് ഓഫ് പൊസിഷൻ, ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ അടയാളപ്പെടുത്തുന്നില്ല, അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ലൈൻ സെഗ്മെന്റ്. എന്താണ് ലൈൻ സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. ലൈൻ സെഗ്മെന്റ് എന്താണ് ലൈൻ സെഗ്മെന്റ് നോക്കിക്കേ. ലെറ്റ് എ ആൻഡ് ബി 2 points on a plane, then the straight path from A to B is called line segment AB. This is denoted by line segment AB. അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുകയാണ്. ഓക്കെ, ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും കണ്ടോ. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നമ്മൾ 2 പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് ഈ പോയിന്റിന് എന്ത് കൊടുക്കുന്നു, ഓരോ പേരും കൊടുക്കുന്നു. എ ബി, പോയിന്റ് എ ബി, 2 പേര് നമ്മൾ അതിന് കൊടുത്തു. ഓക്കെ, the straight path from A to B is called the line segment. ഈ പോയിന്റ് എ മുതൽ ബി വരെ നമ്മൾ വരച്ചേക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ്, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. എ സ്ട്രെയിറ്റ് പാത്ത് ഫ്രം എ ടു ബി, എ തൊട്ട് ബി വരെയുള്ള ഒരു സ്ട്രെയിറ്റ് പാത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, എ ബി ഇട്ടിട്ട് മുകളിൽ നമ്മൾ ആ ഒരു ലൈൻ ഇട്ടു. ഇതാണ് ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ബി, ആ 2 പോയിന്റ് എടുത്ത് എഴുതി മുകളിൽ ഒരു ലൈൻ ഇട്ടു. ഓക്കെ, മനസ്സിലായ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായോ? ഈ ഒരു ഭാഗം, അതായത് പോയിന്റ് എ മുതൽ നമ്മളൊരു പേപ്പറിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇടുന്നു, അതിന് 2 പോയിന്റ് ഇട്ട് 2 പേര് കൊടുക്കുന്നു. പോയിന്റ് എ, പോയിന്റ് ബി എന്ന്. ഈ ഒരു സ്ട്രെയിറ്റ് പാത്ത് പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് പാത്തിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ 2 പോയിന്റ് എഴുതിട്ട് മുകളിൽ ഒരു ലൈന് ഇട്ട് കൊടുക്കും. ഓക്കെ, ലൈൻ സെഗ്മെന്റ് എന്ന് കാണിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്താണ്. ലൈൻ സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നോക്കിക്കേ, a line segment has a definite length. ഇപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് ഡെഫിനിറ്റ് ലെങ്ത് ആണ്, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ. അപ്പോൾ അതിനെന്താ, ഒരു കറക്റ്റ് ലെങ്ത് അതിന് ഉണ്ട്. അതുപോലെ എന്തുണ്ട്, വിച്ച് ക്യാൻ ബി മെഷേർഡ്, ഇത് നമുക്ക് മെഷർ ചെയ്യാം അല്ലേ. ഈ ലൈൻ സെഗ്മെന്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാം. അതായത് 0 മുതൽ എത്ര ഉണ്ട്, ഇത് 14 ഉണ്ട് കേട്ടോ. 14 സെന്റിമീറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ, കാരണം ഈ ലൈൻ സെഗ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഇതിന് ഡെഫിനിറ്റ് ലെങ്തും ഉണ്ട്. The line segment AB is the same thing as the line segment BA. അപ്പോൾ ലൈൻ സെഗ്മെന്റ് AB എന്ന് പറഞ്ഞാലും, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് നമ്മൾ പറയുന്നു ലൈൻ സെഗ്മെന്റ് AB എന്ന് പറഞ്ഞാലും, തിരിച്ച് ലൈൻ സെഗ്മെന്റ് BA എന്ന് പറഞ്ഞാലും, അതായത് തിരിച്ച് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പറഞ്ഞാലും, AB എന്ന് പറഞ്ഞാലും BA
അല്ലേ? ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറഞ്ഞാലും ലൈൻ സെഗ്മെന്റ് ബി എ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആയിരിക്കും. കാരണം ഒരേ അളവാണ്. ഇവിടെ ഇങ്ങോട്ട് എടുത്താലും 14, ഇവിടെ ഇങ്ങോട്ട് എടുത്താലും 14 ആയിരിക്കും. അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു പ്ലെയിൻ പേപ്പറിൽ ഒരു കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തില്ലെങ്കിൽ കറക്റ്റ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇടുന്നു, 2 പോയിന്റ് കൊടുക്കുന്നു, എ ബി എന്ന്. അപ്പം ഈ ഒരു സ്ട്രെയിറ്റ് പാത്ത് എ മുതൽ ബി വരെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് പാത്തിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ പോയിന്റ് എഴുതി മുകളിൽ ഒരു ലൈൻ ഇട്ടിട്ടാണ്. ഈ ലൈൻ സെഗ്മെന്റിന് എന്തുണ്ട്? കറക്റ്റ് ലെങ്ത്, ഡെഫിനറ്റ് ലെങ്ത് ഉണ്ടായിരിക്കും. ഈ ലൈൻ സെഗ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാനും സാധിക്കും. പിന്നെന്താ പറഞ്ഞത്? ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറഞ്ഞാലും ലൈൻ സെഗ്മെന്റ് ബി എ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കിനി മെഷറിംഗ് ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ മെഷർ ദ ലെങ്ത് ഓഫ് എ ഗിവൺ ലൈൻ സെഗ്മെന്റ്, നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ലൈൻ സെഗ്മെന്റ് തന്നേക്കുന്നു. അപ്പൊ അത് വേണമെന്നില്ല, ഇപ്പൊ ഏതായാലും മതി. ഇപ്പം ഒരു ടെക്സ്റ്റ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇത്രയുള്ള ഒരു ലൈൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്നു. ഓക്കെ, എ ബി എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റും അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ട് അതിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈനിന്റെ അകത്ത് നമ്മുടെ സ്കെയിൽ എടുത്ത്, കണ്ടോ, സ്കെയിൽ കൊണ്ടുവന്നു. ആ സ്കെയിലിൽ 0 ഉണ്ടല്ലോ, അത് നമ്മുടെ ആദ്യത്തെ പോയിന്റിൽ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് സ്കെയിലിൽ ഏതിലാണ് വരുന്നത് നോക്കുക, ഏത് സംഖ്യയിലാണ് വരുന്നത് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പം 5 കഴിഞ്ഞിട്ട് 3 മില്ലിമീറ്റർ, കണ്ടോ. അപ്പൊ നമ്മുടെ ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 5.3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്കെയിൽ വെച്ച് നോക്കുക. ആദ്യത്തെ പോയിന്റ് 0യിൽ വെക്കുക, രണ്ടാമത്തെ പോയിന്റ് സ്കെയിലിൽ ഏത് സംഖ്യയുടെ നേരാണോ വരുന്നത് നോക്കുക. അതായിരിക്കും നമ്മുടെ ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. എളുപ്പമല്ലേ? ഇനി നോക്കിക്കേ, ഹൗ ടു കൺസ്ട്രക്ട് എ ലൈൻ സെഗ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം? ഓക്കെ, ഇനി അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 6.8 സെന്റിമീറ്റർ. 6.8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാനാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ നോട്ട്ബുക്കിൽ സ്കെയിൽ എടുത്തിട്ട്, കണ്ടോ, ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 6.8 നമ്മുടെ സ്കെയിലില് 0, ആദ്യത്തെ പോയിന്റ് 0യിലാണ്. അതിനുശേഷം 6 വരെ വരുന്ന ഇവിടെ വരാൻ നോക്കുക. 6.8 അത് കഴിഞ്ഞിട്ട് ഒരു 8 പോയിന്റ് കൂടെ നമ്മുടെ സ്കെയിലില് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇത്രയാകുമ്പോഴത്തേക്ക് എത്രയായി? നമ്മുടെ 6.8 സെന്റിമീറ്റർ ഉള്ള ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു. എ ബി എന്നതിന് 2 പേരും പോയിന്റും കൊടുത്തു. ഓക്കെ, എങ്ങനെ വരയ്ക്കുന്നത്? സ്കെയിൽ എടുത്ത് വെക്കുക. ആദ്യത്തെ പോയിന്റ് 0 ആണ്, 0A എന്ന് പറയുന്നൊരു പോയിന്റ്. അതിനുശേഷം സ്കെയിലിൽ 6 എവിടെ വരുന്നതെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് 8 പോയിന്റും കൂടെ ഉണ്ട്, കേട്ടോ. അപ്പം 6.8 ഉള്ള എന്താണ് ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി 14.3 ഈ ഒരു ലെങ്തിലുള്ള ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കുക, വരയ്ക്കുക, അല്ലേ? 0 ആണ് ഫസ്റ്റ് പോയിന്റ്. അവിടുന്ന് സ്കെയിലിൽ 40 വരെ അടയാളപ്പെടുത്തി വരയ്ക്കുക. 14.3 അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ 14 കഴിഞ്ഞിട്ട് ഒരു 3 പോയിന്റ് കൂടെ സ്കെയിൽ അടയാളപ്പെടുത്തുക. ഇതെന്തായിരിക്കും? 14.3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള എന്താണ് ഒരു ലൈൻ സെഗ്മെന്റ് ആണ് ഇത്. എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ഈസിയാണ്. സ്കെയിൽ വെച്ചിട്ട് ആ തന്നേക്കുന്ന അളവിൽ വരച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, റേ. എന്താണ് റേ എന്നുള്ളത്? എന്താണ് റേ? നോക്കിക്കേ, a line segment extended endlessly in one direction is called a ray. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എൻഡ്ലെസ് ആയിട്ട് നമ്മൾ വരച്ചു പോകുന്നു. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റേ എന്ന് വിളിക്കുന്നത്. ലൈൻ സെഗ്മെന്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എൻഡ്ലെസ് ആയിട്ട് എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേ എന്ന് വിളിക്കുന്നത്. എ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡഡ് എൻഡ്ലെസ്ലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് കാൾഡ് എ റേ. ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് നമ്മൾ ലൈൻ സെഗ്മെന്റ് എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് റേ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, thus a line segment AB extended endlessly in the direction from A to B is a ray denoted by AB. നമ്മൾ ലൈൻ സെഗ്മെന്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ റേ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്
ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇത് നമ്മൾ കാണുന്ന റേ ആണ് മനസ്സിലായി. എ ബി എന്ന് പറയുന്ന ഒരു റേ ലൈൻ സെഗ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സൈഡിലോട്ട് ആ സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു ലൈൻ സെഗ്മെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്. ഈ ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സൈഡിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എല്ലാ സൈഡും. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, റേ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു മുകളിലൊരു ആരോ ചിഹ്നം ഇട്ടിട്ടാണ്. ഇനി the arrow indicate that the ray AB is endless in direction from A to B. ഈ ആരോ കാണിക്കുന്നത് എന്താണ്, ഈ ലൈൻ സെഗ്മെന്റ് AB എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഒരു ഡയറക്ഷനിലോട്ട് എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണിക്കുന്നതാണ് ഈ ആരോ ചിഹ്നം. ഓക്കെ, നെക്സ്റ്റ് വൺ. The ray AB has one end point, namely A, called its initial point. അപ്പം ഈ ഒരു എന്താ, ഈ ഒരു ലൈൻ സെഗ്മെന്റിന് ഒരു എൻഡ് പോയിന്റ് കാണും, ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. എന്താ എ നമ്മൾ ഇനിഷ്യൽ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ലൈൻ സെഗ്മെന്റിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട് എ എന്ന് പറയുന്നത്, പിന്നെ അതിനൊരു ഇനിഷ്യൽ പോയിന്റും ഉണ്ടായിരിക്കും. ക്ലിയർലി എ റേ ഹാസ് നോ ഡെഫിനിറ്റ് ലെങ്ത്. കാരണം ഈ റേക്ക് നമുക്ക് ഡെഫിനിറ്റ് ലെങ്ത് പറയാൻ പറ്റില്ല, കാരണം എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് ഇല്ലേ. അപ്പൊ അതിന് ഡെഫിനിറ്റ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കിക്കേ, നോട്ട് ദാറ്റ് BA is a ray with initial point B and extending endlessly in the direction from B to A as shown alongside. അപ്പോൾ എന്താണ്, AB എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റും ഉണ്ട്, BA എന്ന് പറയുന്ന റേ ഉണ്ട് ഇല്ലേ. നോട്ട് ദാറ്റ് BA is a ray with initial point B. ഇനി തിരിച്ച് നമ്മൾ BA പറയുവാണെങ്കിൽ ഇവിടുത്തെ ഇനിഷ്യൽ പോയിന്റ് എന്തായിരിക്കും, B ആയിരിക്കും. And extending endlessly in the direction from B to A as shown alongside. അപ്പോൾ എന്താണ്, നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കാണിക്കാം. ഇതിപ്പം എ ബി എന്ന് പറയുന്ന ഒരു റേ ആണ്, ഇനി നമ്മൾ തിരിച്ച് ബി എ എന്ന് പറയുന്ന റേയാ കാണിക്കുന്നെങ്കിൽ അല്ലേ, എങ്ങോട്ട് വരും, ഈ ഒരു ആരോ ചിഹ്നം ഇങ്ങോട്ട് വരും. ഇതാണ് എ ബി എന്ന് പറഞ്ഞപ്പോൾ ആരോ ചിഹ്നം നമ്മൾ ആ സൈഡിലോട്ടാണ് ഇട്ടത്. ബി എ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോ ചിഹ്നം ഈ ഒരു സൈഡിലോട്ട് വരും, എയുടെ സൈഡിലോട്ട് വരും. അപ്പൊ ഇവിടുത്തെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും. റേ എ ബി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരോ ചിഹ്നം ബിയുടെ സൈഡിൽ ഇട്ടു. റേ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോ ചിഹ്നം എയുടെ സൈഡിൽ വേണം നമ്മൾ വരയ്ക്കാൻ. കാരണം ഇങ്ങോട്ടാണ് ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. എ ബി പറയുമ്പോൾ ആ ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത്, നമ്മുടെ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ക്ലിയർലി എ ബി ആൻഡ് ബി ആർ ടു ഡിഫറെന്റ് റേസ്. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ ലൈൻ പറഞ്ഞപ്പം എ ബി എന്ന് പറഞ്ഞാലും ബി എ എന്ന് പറഞ്ഞാൽ സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷെ റേ പറയുമ്പം റേ എ ബി ആയാലും റേ ബി എ ആയാലും ഡിഫറെന്റ് റേസ് ആണ്. An unlimited number of rays can be drawn in different direction with a given point O as the initial point as shown in the figure given below. അപ്പൊ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് തന്നെ പല ഡയറക്ഷനിലോട്ട് നമുക്ക് പല റേസ് വരയ്ക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ, ഓക്കെ, ഇവിടെ 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, പല റേസും പല ഡയറക്ഷനിലോട്ട് നമുക്ക് പല റേസും വരയ്ക്കാം. കേട്ടോ, ഇതൊരു റേ ആണ്, നമുക്ക് ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്താം, ഏതെങ്കിലും പേര് കൊടുക്കാം അല്ലേ. ഇപ്പൊ ഇത് നമുക്ക് സി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത റേ നമുക്ക് വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്നാണ് ഈ സി ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് പല റേസും വരയ്ക്കാം. കേട്ടോ, ഇതിനെല്ലാം ഓരോ പേര് കൊടുക്കുന്നു. സി ബി, ഈ പോയിന്റ് എ. നമുക്ക് ഇങ്ങോട്ട് പല ഡയറക്ഷനിലോട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കാന്ന് പറഞ്ഞില്ലേ. ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പല ഡയറക്ഷനിലോട്ട് നമുക്ക് പല റേസും ഒത്തിരി റേസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. കേട്ടോ, കണ്ടോ, ഇതെല്ലാം ഇവിടെല്ലാം നമ്മൾ ഓരോ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഡി ഇ ഏതാ എഫ്. കണ്ടോ, ഒരു പോയിന്റ് ഇവിടെ നമ്മൾ ഒ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എത്ര റേസ് വരച്ചെന്ന് നോക്ക്. റേസ് ഒ സി വരച്ചു, റേ ഒ ബി വരച്ചു, റേ ഒ എ വരച്ചു, റേ ഒ എഫ് വരച്ചു, റേ ഒ ഇ വരച്ചു, ഒ ഡി വരച്ചു. കേട്ടോ, ഈ ഒരൊറ്റ പോയിന്റിൽ നമ്മൾ ഒരുപാട് റേ ഇവിടെ വരച്ചു. ഇനി എന്താണ് ലൈൻ എന്നുള്ളത്, അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്താണ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ലൈൻ? ഓക്കെ, എന്താണ് ലൈൻ എന്ന് നോക്കാം. A line segment extended endlessly on both sides is called a line. നമ്മൾ റേ പറഞ്ഞപ്പോൾ പറഞ്ഞു
ഒരു ഡയറക്ഷനിലോട്ട് എൻഡ്ലെസ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് പോകുന്നതിനെയാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലോട്ടും ഇല്ലേ, ബോത്ത് സൈഡിലോട്ടും ഈ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ലൈനാണ്, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ആണെങ്കിൽ രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. നേരത്തെ നമ്മൾ ഒരു ആരോയെ ഇട്ടു, ഈ സൈഡിലോട്ട് ആരോ ഇട്ട് അതിനുശേഷം അടുത്ത ലൈൻ സെഗ്മെന്റിലാണ് നമ്മൾ അടുത്ത ഇങ്ങോട്ടൊരു ആരോ ഇട്ടത്. പക്ഷേ ലൈൻ എന്ന് പറയുമ്പം രണ്ട് സൈഡിലോട്ടും ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഈ ലൈൻ രണ്ട് സൈഡിലോട്ട് നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റ് രണ്ടും കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലോട്ട് ഈ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത്. Thus, a line segment AB extended on both sides and marked by arrows at the two ends represent a line denoted by AB or BA. അപ്പോൾ രണ്ട് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലെ ആരോ ഇട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ലൈൻ സെഗ്മെന്റ് കണ്ടോ ഇങ്ങനെ ഇടും നമ്മൾ. ലൈൻ പറയുമ്പം ലൈൻ എ ബി, ലൈൻ ബി എ. അപ്പോൾ ബി എ പറഞ്ഞാലും രണ്ടിടത്തും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് രണ്ട് സൈഡിലും നമ്മൾ ആരോ ഇട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. Okay. These arrows indicate that the line is endless in both directions. Sometimes we represent a line by a small letter L, M, N, etc. അപ്പോൾ നമ്മൾ ഈ ആരോ സൂചിപ്പിക്കുന്നത് എന്താണ്, രണ്ട് സൈഡിലോട്ടും രണ്ട് ഡയറക്ഷനിലോട്ടും ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ് ഈ ആരോ സൂചിപ്പിക്കുന്നത്. രണ്ട് സൈഡിലെ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ലൈൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ചില സമയം നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആ എൽ, എം, എൻ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ എൽ ഈസ് എ ലൈൻ. കണ്ടോ, നമുക്ക് ടെക്സ്റ്റിൽ ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ട് അതിനെന്താ എൽ എന്ന് കൊടുത്തേക്കുന്നത്. അത് കാണിക്കുന്നത് എന്താണ്, ഇത് ലൈൻ സെഗ്മെന്റ് ലൈൻ ആണെന്ന് കാണിക്കാനാണ്. ഈ ഒരു ലൈൻ സെഗ്മെന്റ് ലൈൻ ആണ്, കാരണം രണ്ട് സൈഡിലോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ അവരുടെ സ്മാൾ ലെറ്റർ എൽ ആണ് അവര് കാണിച്ചിരുന്നത്. ഇനി ടു ഇന്റർസെക്റ്റിംഗ് പ്ലേസസ് ഇന്റർസെക്റ്റ് എ ലൈൻ ഹാസ് നോ എൻഡ് പോയിന്റ്സ്. അപ്പൊ രണ്ട് ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻസ് നമ്മുടെ ഈ ലൈനിൽ ഇന്റർസെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ലൈനിന് എന്തില്ലെന്നാ പറഞ്ഞത്, എൻഡ് പോയിന്റ് ഇല്ല. കാരണം രണ്ടിടത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് നേരത്തെ നമ്മൾ ഒരു ഡയറക്ഷൻ റേ പഠിച്ചപ്പോൾ അതിന് എൻഡ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരിടത്തോട്ടെ അത് ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു റേയുടെ എൻഡ് പോയിന്റ് എ ആണ്. ഒരു സൈഡിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുള്ളൂ. പക്ഷേ ഈ ലൈൻ സെഗ്മെന്റിൽ എൻഡ് പോയിന്റ് ഇല്ല. കാരണം രണ്ടിടത്തോട്ടും ആ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ എന്തില്ല, അതിന് ഈ നമ്മുടെ ലൈനിന് എൻഡ് പോയിന്റ് ഇല്ല. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ നോക്കിക്കേ, എ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആസ് ഷോൺ. അപ്പൊ നമുക്ക് എന്താണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈനും നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. ഓക്കെ, അതായത് നമ്മൾ റേ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് പല ഡയറക്ഷനിലോട്ടുള്ള റേ വരയ്ക്കാന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ O എന്ന് പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വരയ്ക്കാം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. കേട്ടോ, ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്. കണ്ടോ, ഇതിൽ നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും വരയ്ക്കാം. നമ്മൾ അതിനെല്ലാം ഓരോ പേര് കൊടുത്താൽ മതി. ഇപ്പം എം, ഇത് N, P, Q, R. കണ്ടോ, അപ്പം ഒരു പോയിന്റിൽ ഈ O എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. The above figure line L, M, N, P and Q are passed through a given point. അപ്പോൾ നമ്മളിവിടെ വേറെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് അല്ലാതെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ലെറ്റർ, ഈ ലൈൻ എല്ലാം ഈ ഒരു ഒറ്റ O എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇനി if two different points A and P are given in a plane, then exactly one line can be drawn passing through these points. അപ്പോൾ നമുക്കിപ്പം എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ തന്നേക്കുന്നു. അതായത് നമ്മളൊരു ലൈൻ തന്നേക്കുന്നു എ ബി എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ തന്നേക്കുന്നു അല്ലേ.
അതെന്താ പറഞ്ഞേക്കുന്നത്? അതിൽ 2 പോയിന്റ് നോക്കിക്കേ. Different point, 2 different point A and B are given in a plane. Then exactly one line can be drawn passing through these points. അപ്പം ഇത് നമ്മുടെ A B എന്ന് പറയുന്ന 2 പോയിന്റും തന്നിരിക്കുന്നു. ഒരു ലൈനാണിത്. അപ്പൊ ഇതിൽ കൂടെ എന്താ ഒരു ലൈൻ മാത്രമേ പോകുന്നുള്ളൂ അല്ലേ? A B എന്ന് പറയുന്ന ഈ 2 പോയിന്റിൽ കൂടി ഒരു ലൈൻ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, ഇനി ഇന്റർസെക്റ്റിംഗ് ലൈൻസ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നതാണ് നോക്കാം. If there is a point P common to 2 lines, one L and M, we say that the 2 lines intersect at the point P, and this point P is called the point of intersection of the given lines. അപ്പോൾ നമുക്ക് ഇതിപ്പോ ഒരു ലൈനിൽ കൂടെ അല്ലേ 2 ലൈനിൽ കൂടെ 2 പോയിന്റിൽ കൂടി ഒരു ലൈൻ പോകുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ കൂടി 2 ലൈൻ പരസ്പരം ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത് നോക്കാം. കണ്ട, ഒരു ലൈൻ ഇത്, അടുത്ത ലൈൻ ഇത്. ഇവിടെ ഈ P എന്ന് പറയുന്ന ഈ പോയിന്റിൽ കൂടി L M എന്ന് പറയുന്ന 2 ലൈൻ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ ലൈൻസ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്നാണ് ഈ P യെ വിളിക്കുന്നത്. കാരണം ഈ L എന്ന് പറയുന്ന ലൈനും ഈ M എന്ന് പറയുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ് കൂട്ടിമുട്ടിയത്? ഈ P എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് നമ്മൾ ഈ ഒരു P യെ വിളിക്കും. കാരണം 2 ലൈൻ P L എന്ന് പറയുന്ന ലൈനും M എന്ന് പറയുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ P എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ട് ഈ P യെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് ഈ ഡയറക്ഷൻ അല്ലാതെ വേറെ ഡയറക്ഷനിൽ വരയ്ക്കാം. അതായത് ഇപ്പൊ ഇവിടെ പോയിന്റ് P, ഈ പോയിന്റ് ഇവിടെ നമ്മൾ P ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ 2 ലൈൻ എന്ത് ചെയ്യാം? ഇന്റർസെക്ട് ചെയ്ത് പോകാം. പോയിന്റ് P കണ്ടോ? അപ്പൊ ഈ പോയിന്റ് P യിൽ കൂടെ 2 ലൈൻ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. ഇനി അടുത്തെന്ന് വെച്ചാൽ പാരലൽ ലൈൻസ്. ഇത് നമ്മളിപ്പം ഒരു 2 പോയിന്റിൽ കൂടി ഒരു ലൈൻ പോകുന്ന ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ? A B എന്ന് പറയുന്ന 2 പോയിന്റിൽ കൂടി ഒരു ലൈൻ പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പാരലൽ ലൈൻ എന്താണെന്നാണ് നോക്കുന്നത്. If no point is common to given lines, it would be mean that the lines do not intersect. അതായത് നമ്മൾ ഇത് പറഞ്ഞപ്പം ഇവിടെ നമുക്ക് P എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട്. ഈ കോമൺ പോയിന്റിൽ കൂടിയാണ് ഈ 2 ലൈനും പാസ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഒരു കോമൺ പോയിന്റ് ഇല്ല. 2 ലൈനും അങ്ങനെ ഒരു കോമൺ പോയിന്റ് ഇല്ലാതെ എന്ത് ചെയ്യുന്നു? നമ്മൾ 2 ലൈൻ വരയ്ക്കുന്നു. അത് ഉദ്ദേശിക്കുന്നത് എന്താ? ആ 2 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഒരു കോമൺ പോയിന്റ് ഇല്ലെങ്കിൽ ആ 2 ലൈനും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. Such line are known as parallel. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ പാരലൽ, സമാന്തര രേഖകൾ എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ വിളിക്കുന്നത്. If no point is common to 2 given lines, നമുക്ക് തന്നിരിക്കുന്ന 2 ലൈനിന് ഒരു കോമൺ പോയിന്റ് ഇല്ല. It would mean that the line do not intersect. അപ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ട എന്താണ്? ആ 2 ലൈനും നമ്മൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരലൽ ലൈൻസ് എന്ന് അതിനെ വിളിക്കും. എന്ത് വിളിക്കും? പാരലൽ ലൈൻസ് അല്ലേ? സമാന്തര രേഖകൾ നമ്മളതിനെ പറയും. കണ്ടോ? ഇപ്പൊ നമ്മൾ 2 ലൈൻ വരച്ചേക്കുക. ഇതെന്താണ്? ഈ 2 ലൈനിനും ഒരു കോമൺ പോയിന്റ് ഉണ്ടോ? ഇല്ല. കാരണം അത് 2 പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അത് 2 വ്യത്യസ്തമായിട്ടുള്ള 2 ലൈനാണ്. അപ്പൊ ഈ ലൈനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പാരലൽ ലൈൻ എന്നാണ് വിളിക്കുന്നത്. കാരണം 2 ഒരു കോമൺ പോയിന്റ് ഇല്ല, 2 ഒരിടത്ത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നു? പാരലൽ ലൈൻ എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത 2 lines in a plane either intersect at exactly one point or are parallel. ഇപ്പൊ എന്താണ്? ഒരു ലൈൻസ് എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇവ രണ്ടും ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ പാരലൽ ലൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇല്ല, 2 ലൈനിലും കൂടി കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഇല്ല, അവ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള ലൈൻസിനാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, കൺകറന്റ് ലൈൻസ്. എന്താണ് കൺകറന്റ് ലൈൻസ്? എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ഇപ്പൊ നമ്മൾ ലൈൻ പഠിച്ചപ്പം നമ്മുടെ ഈ ഏതൊക്കെ ലൈൻ പഠിച്ചു? ലൈൻ എന്താന്ന് പഠിച്ചു. അതുപോലെ തന്നെ
ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്താണെന്ന് പഠിച്ചു, പാരലൽ ലൈൻ എന്താണെന്ന് പഠിച്ചു. ഇനി കൺകറന്റ് ലൈൻ എന്താണ്? 3 or more lines in a plane are said to be concurrent if all of them pass through the same point and this point is called the point of concurrence of the given lines. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റിൽ കൂടി എന്ത് ചെയ്യുന്നു, 3 or more lines പോകുന്നു. അപ്പൊ അതിനെ നമ്മൾ കൺകറന്റ് എന്നും ആ പോയിന്റിനെ പോയിന്റ് ഓഫ് കൺകറൻസ് എന്നും നമ്മൾ പറയുന്നു. അതായത് എന്താ, ഒരു പോയിന്റിൽ കൂടി തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ കൂടി തന്നെ എന്ത് ചെയ്യുന്നു, പല ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. കണ്ടോ, ഈ O എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പോയിന്റിൽ കൂടി പല ലൈൻസ് ആണ് പാസ് ചെയ്ത് പോയത്. ഓക്കെ, L M P അല്ലെങ്കിൽ N. അപ്പൊ ഈ ഒരൊറ്റ പോയിന്റിൽ കൂടി പല ലൈൻ പാസ് ചെയ്ത് പോയി. അപ്പൊ ഈ O എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് കൺകറൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇൻ ദ ഫിഗർ ദ ലൈൻ L M N P are concurrent lines. അപ്പൊ ഈ ഒരു ഇതില നമ്മൾ ലെറ്റേഴ്സ് വേറെ കൊടുത്തു. L M N എന്ന് പറയുന്ന ഈ പോയിന്റിനെ നമ്മൾ കൺകറന്റ് ലൈൻസ് എന്നാണ്, ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, കൺകറന്റ് ലൈൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ O എന്ന് പറയുന്ന ഈ പോയിന്റിനെ നമ്മൾ കൺകറന്റ് പോയിന്റ് ഓഫ് കൺകറൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി കൊളീനിയർ പോയിന്റ്സ് എന്താണെന്നുള്ളത്, എന്താണ് കൊളീനിയർ പോയിന്റ്സ് നോക്കിക്കേ. എന്താ കൊളീനിയർ പോയിന്റ്സ് എന്ന്? 3 or more points in a plane are said to be collinear if they all lie on the same line and this line is called the line of collinearity for the given point. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു ലൈൻ തന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരു ലൈൻ തന്നിരിക്കുന്നു. അതിനകത്ത് 3 പോയിന്റ് അടയാളപ്പെടുത്തി, A B C എന്ന് പറയുന്ന 3 പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഇപ്പൊ 3 or more points in a plane are said to be collinear. അപ്പം 3 അതിലധികമോ പോയിന്റ്സ് വരുന്ന ഈ പോയിന്റ്സിനെ നമ്മൾ കൊളീനിയർ എന്ന് വിളിക്കുന്നുണ്ട്. They are on the same line. അപ്പൊ ഇവയെല്ലാം ഈ 3 പോയിന്റ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയ A B C എന്ന് പറയുന്ന 3 പോയിന്റും ഒരു ലൈനിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, ഈ പോയിന്റിനെ നമ്മൾ കൊളീനിയർ പോയിന്റ് എന്ന് പറയും. ഈ 3 പോയിന്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സെയിം ലൈനിലാണ്, ഈ ഒരേ ലൈനിലാണ്. അപ്പൊ ആ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കും, കാൾഡ് ദ ലൈൻ ഓഫ് കൊളീനിയാരിറ്റി. ഈ ലൈനെ നമ്മൾ ലൈൻ ഓഫ് കൊളീനിയാരിറ്റി എന്ന് വിളിക്കും ഫോർ ദ ഗിവൺ പോയിന്റ്. ഇല്ല, തന്നേക്കുന്ന പോയിന്റിന്റെ ലൈൻ ഓഫ് കൊളീനിയാരിറ്റി എന്നാണ് നമ്മൾ ഈ ലൈനെ പറയുന്നത്. കാരണം 3 പോയിന്റും ഒരേ ലൈനിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വേറൊരു ലൈൻ നമുക്ക് തന്നേക്കുന്നു. ഓക്കെ, വേറൊരു ലൈൻ നമുക്ക് തന്നേക്കുന്നു. അതിൻ്റെ അകത്ത് P Q, P എന്ന് പറയുന്ന ഒരു പോയിന്റ്, Q എന്ന് പറയുന്ന പോയിന്റ്, R എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ S എന്ന് പറയുന്ന ഒരു പോയിന്റ്. കേട്ടോ, ഇപ്പൊ ഇൻ ദ ഫിഗർ ഫസ്റ്റ് ഗിവൺ ബിലോ ദ 3 പോയിന്റ്സ് A B C are collinear. നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ആദ്യത്തെ ഫിഗറിൽ Aയും Bയും Cയും കൊളീനിയർ ആണ്. കാരണം എന്താണ്, ആ 3 പോയിന്റും ഒരേ ലൈനിലാണ് നമുക്ക് തന്നേക്കുന്നത്. While in the figure second, the point P Q R and S are non-collinear. നോക്കിക്കേ, ഈ ഒരു ഫിഗറിലെ P Q R എന്ന് പറഞ്ഞാൽ നോൺ കൊളീനിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതെന്താ, ഇവയെല്ലാം ഒരു ലൈനിലല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നോൺ കൊളീനിയർ ആണ്. P Q R ഇങ്ങനെ കാണിച്ചിരുന്നാല് അത് നോൺ കൊളീനിയർ എന്നാണ് അർത്ഥം. എല്ലാ പോയിന്റും ഒരേ ലൈനിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ അത് കൊളീനിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മള് കൊളീനിയർ പോയിന്റ്സ്, അതുപോലെ പാരലൽ ലൈൻ എന്താണ്, കൺകറന്റ് ലൈൻ എന്താണ്, ലൈൻ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോയിന്റ്, പ്ലെയിൻ, ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, 2 പോയിന്റ് ഇട്ടിട്ട് നമ്മളൊരു ലൈൻ കറക്റ്റ് ആയിട്ട് വരുന്നത്, അതിന്റെ മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെന്താ, ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ, ലൈൻ എങ്ങനെ വരയ്ക്കാം, ലൈൻ സെഗ്മെന്റ് എങ്ങനെ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ റേ പഠിച്ചു. റേ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു ഡയറക്ഷനിലോട്ട് മാത്രം നമ്മുടെ ലൈൻ സെഗ്മെന്റ് എൻഡ്ലെസ്സിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് റേ എന്ന് പറഞ്ഞത്. ലൈൻ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലോട്ടും നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു, എൻഡ്ലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനെയാണ് ലൈൻ എന്ന് പറഞ്ഞത്. ലൈൻ പഠിച്ചപ്പോൾ നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻ പഠിച്ചു. ഒരു പോയിന്റിൽ തന്നെ പല ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഠിച്ചപ്പോൾ ഇന്റർസെക്റ്റിംഗ് ലൈൻ പഠിച്ചു ഇല്ലേ, ഒരു പോയിന്റിൽ കൂടി 2 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന കാര്യം പഠിച്ചു. പാരലൽ ലൈൻ പഠിച്ചു ഇല്ലേ, പോയിന്റിൽ കൂടി ഇന്റർസെക്ട് ചെയ്യാതെ 2 ലൈനും വ്യത്യസ്തമായിട്ട് പോകുന്ന പാരലൽ ലൈൻ പഠിച്ചു. കൺകറന്റ് ലൈൻ പഠിച്ചു, ഒരു പോയിന്റിൽ കൂടി തന്നെ പല ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്.
കൊളീനിയർ പോയിന്റ് പഠിച്ചു. അതായത് ഒരു ലൈനിൽ നമ്മൾ പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ലൈനിനെ കൊളീനിയർ ലൈൻ എന്നും അങ്ങനെ പോയിന്റ് ഒന്നും ഒരു ലൈനിൽ തന്നെ വരാത്തതിനെ നോൺ കൊളീനിയർ എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ലൈൻ സെഗ്മെന്റ് റേ ആൻഡ് എ ലൈൻ. നമ്മൾ ആദ്യം പഠിച്ച ലൈൻ സെഗ്മെന്റും ലൈനും റേയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ വ്യത്യാസം നമ്മൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ആദ്യത്തെ കണ്ടോ, ലൈൻ സെഗ്മെന്റ് പറയുമ്പോൾ എ ലൈൻ സെഗ്മെന്റ് ഹാസ് ടു എൻഡ് പോയിന്റ്. ലൈൻ സെഗ്മെന്റിന് നമ്മൾ രണ്ട് എൻഡ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ബിയും എയും. അപ്പൊ ലൈൻ സെഗ്മെന്റിന് രണ്ട് എൻഡ് പോയിന്റ് ഉണ്ട്, ടു എൻഡ് പോയിന്റ്. റേ പറയുമ്പം റേ ഹാസ് ഓൺലി വൺ എൻഡ് പോയിന്റ്. റേക്ക് എന്താണ്, ഒരു എൻഡ് പോയിന്റേ ഉള്ളൂ അല്ലേ. ഇപ്പൊ റേ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? റേ എന്ന് പറഞ്ഞാല് റേക്ക് ഒരു എൻഡ് പോയിന്റേ ഉള്ളൂ. നോക്കിക്കേ, ലൈൻ എന്ന് പറയുമ്പോൾ ലൈൻ ഹാസ് നോ എൻഡ് പോയിന്റ്. ലൈൻ രണ്ട് ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ലൈനിന് എൻഡ് പോയിന്റ് ഇല്ല. അപ്പൊ ഒരു വ്യത്യാസം, റേയും ലൈൻ സെഗ്മെന്റും ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ പറഞ്ഞാല് ലൈൻ സെഗ്മെന്റ് ഹാസ് ടു എൻഡ് പോയിന്റ്, റേയില് റേ ഹാസ് ഓൺലി വൺ എൻഡ് പോയിന്റ്. ലൈൻ പറയുമ്പം ലൈൻ ഹാസ് നോ എൻഡ് പോയിന്റ്, ലൈൻ എൻഡ് പോയിന്റ് ഇല്ല. ഇനി അടുത്ത ഡിസ്റ്റിങ്ഷൻ, ലൈൻ സെഗ്മെന്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്. ലൈൻ പഠിച്ചപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പഠിച്ചു ഇല്ലേ, കറക്റ്റ് ലെങ്ത് നമുക്ക് അതിനെ മെഷർ ചെയ്ത് പറയാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ലൈൻ സെഗ്മെന്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്, അതിന് കറക്റ്റ് ആയിട്ടൊരു ലെങ്ത് ഉണ്ട്. റേ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ലെങ്ത്. ഒരു റേ പറയുമ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്കൊരു കറക്റ്റ് ലെങ്ത് പറയാൻ പറ്റില്ല. ലൈൻ പറയുമ്പോഴും ലൈൻ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ലെങ്ത്, ലൈനും ഡെഫിനിറ്റ് ആയിട്ടൊരു ലെങ്ത് പറയാൻ നമുക്ക് പറ്റില്ല. അടുത്ത ഡിസ്റ്റിങ്ഷൻ നോക്കേ, ലൈൻ സെഗ്മെന്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ പേപ്പർ. ലൈൻ സെഗ്മെന്റ് നമുക്കൊരു പേപ്പറിൽ ഡ്രോൺ ചെയ്യാം, വരയ്ക്കാം അല്ലേ. We cannot draw a ray on a paper. We can simply represent it by a diagram. ഒരു റേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റത്തില്ല, അതിന്റെ ഒരു ഡയഗ്രം നമുക്ക് പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യാനേ ഉള്ളൂ. അതുപോലെ ലൈൻ എന്താ, we cannot draw a line on a paper. We can simply represent it by a diagram. ഒരു ഡയഗ്രം ആയിട്ട് നമുക്ക് അതിനെ ചെറുതായിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, കാരണം അത് എല്ലാ സായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാന്ന് പറയുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല ഒരു പേപ്പറിൽ, നമുക്ക് അതിന്റെ ഒരു ചെറിയ ഡയഗ്രം നമുക്ക് കാണിക്കാനുള്ളതേ ഉള്ളൂ. ഇനി നാലാമത്തെ ഡിസ്റ്റിങ്ഷൻ നോക്കേ, ലൈൻ സെഗ്മെന്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലൈൻ സെഗ്മെന്റിനെ നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഈ ഒരു എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാ, ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് എ ബി നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു റേ സെഗ്മെന്റിനെ ഇല്ലേ, ഒരു റേ സെഗ്മെന്റ് ലൈൻ സെഗ്മെന്റിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, ലൈൻ സെഗ്മെന്റ് എ ബി. ഒരു ലൈൻ സെഗ്മെന്റ് ആകുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇല്ലേ, എ ബി ഇട്ട് മേലെ ലൈനിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഒരു റേ ആകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും, മുകളിൽ നമ്മളൊരു ആരോ ചിഹ്നമായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്തു കേട്ടോ. റേ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഒരു ലൈൻ സെഗ്മെന്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇത് എ, ഇത് ബി, ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇങ്ങനെ അല്ലേ, എ ബി ഇട്ടിട്ട് രണ്ടിടത്തോട്ട് ആരോ ഇടും. ഒരു ലൈൻ സെഗ്മെന്റ് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു റേ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ലൈൻ പറയുമ്പോൾ നമ്മൾ രണ്ടിടത്തോട്ട് ആരോ ഇട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത്. എന്താണ് ലൈൻ സെഗ്മെന്റ്, അതിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ ലൈൻ സെഗ്മെന്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, റേ എന്താണ്, ലൈൻ എന്താണ്, അതിൽ പാരലൽ ലൈൻ എന്താണ്, കൊലീനിയർ ലൈൻ എന്താണ്, അതുപോലെ തന്നെ കൺകറന്റ് ലൈൻ എന്താണ്, കൊലീനിയർ പോയിന്റ് എന്താണ്, പിന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, ലൈൻ സെഗ്മെന്റ് റേയും ലൈനും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ. നമുക്ക് അതിന്റെ താഴെ കുറെ എക്സസൈസ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, എക്സസൈസ് 11A കണ്ടോ. 11A തന്നേക്കുന്നുണ്ടോ? ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ഓൾ ദ ലൈൻ സെഗ്മെന്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് തന്നേക്കുന്ന ലൈൻ സെഗ്മെന്റ് നമ്മൾ എഴുതണം. അപ്പൊ ആദ്യത്തെ ഫിഗർ ടീച്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിടക്കുന്ന ഫിഗർ അല്ലേ, ടെക്സ്റ്റ് കിടക്കുന്ന ഫിഗർ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇത് പോയിന്റ് Y, ആദ്യത്തെ പോയിന്റ് X, ഈ പോയിന്റ് Z. അപ്പൊ ഈ ഒരു ലൈൻ സെഗ്മെന്റിന്റെ ലൈൻ സെഗ്മെന്റിന്റെ പേര് എഴുതാൻ പറ്റും. നമുക്ക് എന്തൊക്കെ എഴുതാം? ഇതൊരു ലൈൻ സെഗ്മെന്റ് ആയില്ലേ, അപ്പൊ നമുക്ക് XY എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇതെന്തുണ്ട്? YZ അല്ലേ, YZ എന്താണ് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ നമുക്ക്
ലൈൻ സെഗ്മെന്റിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കണം. ഒരു ലൈൻ എടുക്കുക, അതിന്റെ പേര് എഴുതുക, മുകളിൽ ഒരു വര ഇടുക. രണ്ടാമത്തെ ലൈൻ എടുക്കുക, അതിന്റെ ലെറ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ എഴുതി മുകളിൽ ലൈൻ ഇടുക. ആ ലൈൻ ഇടുമ്പോൾ മാത്രമേ ഈ ലൈൻ സെഗ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ കൂടെ ഒരു ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, XZ എന്ന് എഴുതി മുകളിൽ ലൈൻ ഇടുമ്പോൾ അത് ഒരു ലൈൻ സെഗ്മെന്റ് ആയിട്ട് മാറും. അപ്പൊ ഇനി അടുത്ത തന്നേക്കുന്ന ഒരു ഫിഗർ ഉണ്ടോ, അതിന്റെ ലൈൻ സെഗ്മെന്റ് ഏതൊക്കെയുണ്ട്, പേര് നമുക്ക് എന്തൊക്കെ പറയാം? ലൈൻ സെഗ്മെന്റ് AD പറയാം, ലൈൻ സെഗ്മെന്റ് AB പറയാം, ലൈൻ സെഗ്മെന്റ് AC പറയാം, ലൈൻ സെഗ്മെന്റ് AE പറയാം. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ടീച്ചറിന് എഴുതി കാണിച്ചു തരാം. ഓക്കെ, അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ടാവും. നമുക്കൊരു ഫിഗർ തന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഒരു ലൈൻ നമുക്ക് തന്നിട്ട് 3 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് P, ഇത് Q, ഇത് R, ഇത്. ഈ ഒരു ലൈൻ സെഗ്മെന്റിലുള്ള ലൈൻ സെഗ്മെന്റിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? PQ ഒരു ലൈൻ സെഗ്മെന്റാ, QR ഒരു ലൈൻ സെഗ്മെന്റാ, RS ഒരു ലൈൻ സെഗ്മെന്റാ, പിന്നെ PS ഇതെന്താണ് ഒരു ലൈൻ സെഗ്മെന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ അത് എഴുതാം. പിന്നെ PR പറയാം അല്ലേ? ഓക്കെ, PR പറയാം. ഈ ഒരു രീതിയിൽ നമുക്കത് ഇങ്ങനെയാണ് ഒരു ഫിഗർ വന്നിട്ട് ലൈൻ സെഗ്മെന്റിന്റെ നെയിം എഴുതാൻ പറയുമ്പോൾ നോക്കുക, എന്നിട്ട് അതിന്റെ പേര് ഇങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ ലൈൻ സെഗ്മെന്റ് ആൻഡ് റേ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഫിഗറിൽ ലൈൻ സെഗ്മെന്റ് റേയും കൂടെ ഒരുമിച്ച് തന്നേക്കുക. അപ്പൊ നമ്മൾ അതിന്റെ റേ ഏതാണ്, ലൈൻ സെഗ്മെന്റ് ഏതാണെന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ലൈൻ സെഗ്മെന്റ് ഓർക്കുക, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരോ ഒന്നും കാണത്തില്ല, 2 പോയിന്റ് മാത്രമേ കാണൂ. റേ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലോട്ട് ഒരു ആരോ കാണും, 2 പോയിന്റും കാണും, ഒരു സൈഡിലോട്ട് ഒരു ആരോയും കാണും. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലിരിക്കണം. റേ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് ഒരു ആരോയും, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലോട്ടും ആരോ ഒന്നുമില്ല, 2 പോയിന്റ് മാത്രമേ കാണൂ. ലൈൻ എന്ന് പറയുമ്പോൾ 2 സൈഡിലോട്ടും 2 ആരോ ചിഹ്നം കാണും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഒരു ഫിഗറില് ഇങ്ങനെയാണ് ഫിഗർ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചേക്കുന്ന ഫിഗർ. ഇവിടെ നമുക്ക് ഇത് പോയിന്റ് C, ഇത് പോയിന്റ് A, ഇത് B, ഇത് പോയിന്റ് D. അപ്പൊ ഇതിന് നിങ്ങൾ പറയണം ഈ കാണിച്ചേക്കുന്നത് ലൈൻ സെഗ്മെന്റ് ഏതാണ്, ഈ കാണിച്ചേക്കുന്നത് റേ ഏതാണ് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ആരോ ഒന്നും കാണത്തില്ല, അങ്ങും ഇങ്ങും 2 എൻഡ് പോയിന്റ് 2 പോയിന്റ് ഉള്ള ലൈനാണ് ലൈൻ സെഗ്മെന്റ്. ഒരു അടുത്തോട്ട് ഒരു ഡയറക്ഷനിലോട്ട് നമ്മുടെ ആരോ ഉള്ളതാണ് റേ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഈ ലൈൻ AB ആണ് നമ്മുടെ തന്നേക്കുന്ന ഫിഗറിലെ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ലൈൻ AB ആണ്. റേ സെഗ്മെന്റ് ഏതൊക്കെയാണ്? AC ഒരു റേ സെഗ്മെന്റ് ആണ്, BD എന്താണ് ഒരു റേ സെഗ്മെന്റ്. കാരണം അവരുടെ മാത്രം ആരോളൊക്കെ എന്താണ് റേ ആണ്. അപ്പൊ ഈ തന്നേക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ആണ്, അതുപോലെ CA എന്ന് പറഞ്ഞാലും BD എന്ന് പറഞ്ഞാലും അത് റേ ആണ്. ഓക്കെ, അപ്പൊ ഇനി കാണിച്ചിരിക്കുന്ന 2 ഫിഗറിലെയും ലൈൻ സെഗ്മെന്റും റേയുടെ നെയിം എഴുതി നിങ്ങൾ ടീച്ചറിന്റെ ഹോംവർക്ക് ആയിട്ട് അയച്ചു തരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ നെയിം 4 ലൈൻ സെഗ്മെന്റ്. നമുക്ക് തന്നേക്കുന്ന ആ ഫിഗറിൽ 4 ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. 4 റേസ് ഉണ്ട്, തന്നേക്കുന്നതിൽ 4 റേ ഉണ്ട്. അതും ഏതൊക്കെയാണ് പേര് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. 2 നോൺ ഇന്റർസെക്റ്റിംഗ് ലൈനും ഉണ്ട്, അതും നിങ്ങൾ കണ്ടുപിടിച്ച് ഏതാണ് ടീച്ചറിന് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് അയച്ചു തരണം. ഇനി അടുത്തതിൽ വാട്ട് ഡു യു മീൻ ബൈ എ കൊളീനിയർ പോയിന്റ്. എന്താണ് കൊളീനിയർ പോയിന്റ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എന്താ കൊളീനിയർ പോയിന്റ് എന്താണെന്നാ പറഞ്ഞത്? ദ പോയിന്റ് ലൈങ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ആർ നോൺ ആസ് എ കൊളീനിയർ പോയിന്റ് അല്ലേ? സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ കൊളീനിയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഹൗ മെനി ലൈൻ ക്യാൻ യു ഡ്രോൺ പാസിംഗ് ത്രൂ 3 കൊളീനിയർ പോയിന്റ്. അപ്പൊ 3 കൊളീനിയർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര ലൈൻ നമുക്ക് വരയ്ക്കാം? അതായത് കൊളീനിയർ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ്സിനെ സെയിം ലൈനിൽ തന്നെ ആയിരിക്കണം ആ പോയിന്റ്സ് എല്ലാം കിടക്കേണ്ടത്. ഇതിനാണ് നമ്മൾ കൊളീനിയർ പോയിന്റ്സ് A, B, C എല്ലാം എന്താ കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പൊ ഒരു 3 കൊളീനിയർ പോയിന്റ്സിലൂടെ നമുക്ക് എത്ര ലൈൻ വരയ്ക്കാം? ഒരു ലൈൻ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ലൈൻ കൂടി അല്ലേ കൊളീനിയർ പോയിന്റ്സ് പോത്തോളൂ. അപ്പൊ 3 കൊളീനിയർ പോയിന്റ്സിൽ കൂടെ നമുക്ക് ഒരൊറ്റ ലൈനെ
വരയ്ക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ആൻസർ 1 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ പറയുന്നത് ഹൗ മെനി ലൈൻ ക്യാൻ യു ഡ്രോ പാസിംഗ് ത്രൂ 3 കൊളീനിയർ പോയിന്റ്. 3 കൊളീനിയർ പോയിന്റ് കൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് എത്ര ലൈൻ വരയ്ക്കാം? 1. ആൻസർ 1. Give 3 collinear point ABC. How many line segment do the determine? Name them. അപ്പോൾ അടുത്തത് ആ തന്നേക്കുന്ന ആ കൊളീനിയർ പോയിന്റ് എ ബി സി എന്ന് പറയുന്ന കൊളീനിയർ പോയിന്റ് നമുക്ക് എത്ര ലൈൻ സെഗ്മെന്റ് അതിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ എ ബി സി എന്ന് പറയുന്ന ഈ കൊളീനിയർ പോയിന്റ് നമുക്ക് എത്ര ലൈൻ സെഗ്മെന്റ് പറയാൻ പറ്റും? എത്ര ലൈൻ സെഗ്മെന്റ് പറയാൻ പറ്റും? ഈ തന്നേക്കുന്ന ഈ കൊളീനിയർ പോയിന്റിൽ നിന്ന് ഓക്കെ ഏതൊക്കെ കൊളീനിയർ പോയിന്റ് ഏതൊക്കെ? എ ബി സി എന്ന് പറയുന്ന 3 കൊളീനിയർ പോയിന്റ് തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എത്ര ലൈൻ സെഗ്മെന്റ് പറയാം? എ ബി പറയാം അല്ലേ? ലൈൻ സെഗ്മെന്റ് എ ബി പറയാം, ലൈൻ സെഗ്മെന്റ് ബി സി പറയാം, ലൈൻ സെഗ്മെന്റ് എ സി പറയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ എ കൊളീനിയർ പോയിന്റ്? ഒരു കൊളീനിയർ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ ആൻസർ? ദ പോയിന്റ് ലൈങ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ കൊളീനിയർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഹൗ മെനി ലൈൻ ക്യാൻ യു ഡ്രോ പാസിംഗ് ത്രൂ 3 കൊളീനിയർ പോയിന്റ്? 3 കൊളീനിയർ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ നമുക്ക് എത്ര ലൈൻ വരയ്ക്കാം? ഒരു ലൈനെ വരയ്ക്കാൻ പറ്റും. ആൻസർ 1. Given 3 collinear point ABC, how many line segment do the determine? Name. അതായത് ഈ ഒരു കൊളീനിയർ പോയിന്റ് തന്നാൽ ഇതിൽ നമുക്ക് ലൈൻ സെഗ്മെന്റ് എത്ര എണ്ണം പറയാം? 3 പറയാം അല്ലേ? ലൈൻ സെഗ്മെന്റ് എ ബി, ലൈൻ സെഗ്മെന്റ് ബി സി, ലൈൻ സെഗ്മെന്റ് എ സി. ഓക്കെ, അത് മനസ്സിലായേ? ഇനി അടുത്ത കണ്ടോ, ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ നെയിം 4 പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ആ തന്നേക്കുന്ന ഫിഗറിൽ 4 സെറ്റ് ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട്. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റ് കൂടി തന്നെ പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ 4 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആ തന്നേക്കുന്ന ഫിഗറിലുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതണം അതിന്റെ പേര്? 4 കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്, 4 കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്. അതിന്റെ പേര് നിങ്ങൾ എഴുതുക. 3 നോൺ കൊളീനിയർ പോയിന്റ് ഉണ്ട്, 3 കൺകറന്റ് ലൈൻ ഉണ്ട്, 3 ലൈൻ ഹൂസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി യെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന 3 ലൈനും ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് അതിന്റെ പേര് നിങ്ങൾ ടീച്ചറിന് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, മാർക്ക് 3 നോൺ കൊളീനിയർ പോയിന്റ് എ ബി സി ആസ് ഷോൺ. ഡ്രോ ലൈൻ ടു ദീസ് പോയിന്റ് ടേക്കിംഗ് 2 at a time. നെയിം ദ ലൈൻ. ഹൗ മെനി സച്ച് ഡിഫറെന്റ് ലൈൻ ക്യാൻ ബി ഡ്രോ. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് നമുക്ക് അതില് 3 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതായത് എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ് നമുക്ക് തന്നേക്കുന്നു. കണ്ടോ, സി എ 3 പോയിന്റ് വന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? മാർക്ക് 3 നോൺ കൊളീനിയർ പോയിന്റ്. ഈ ഒരു നോൺ കൊളീനിയർ ആയിട്ട് 3 പോയിന്റ് തന്നേക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ലൈനിന്റെ പേര് നമ്മൾ എഴുതുക. അപ്പൊ കിട്ടുന്ന ലൈനിന്റെ പേര് നമുക്ക് എഴുതണം. ഇതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് 3 ലൈൻ വരയ്ക്കാം. കണ്ടോ, 3 ലൈൻ ആണല്ലേ? ഇത് നമുക്ക് അതിന്റെ പേര് എളുപ്പമല്ലേ? എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് നമുക്കിവിടെ, പിന്നെ ബി സി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, എ സി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ തന്നിരുന്ന 3 നോൺ കൊളീനിയർ പോയിന്റിനെ നമ്മൾ 3നെയും ഒരുമിച്ച് വരച്ചിട്ട് അതിലെ ലൈനിന്റെ പേര് നമ്മൾ കണ്ടുപിടിച്ച് എഴുതി. ഓക്കെ, ഇനി count the number of line segment drawn in each of the following figures and name them. നമുക്ക് തന്നേക്കുന്ന ആ ഫിഗേഴ്സിൽ എന്താണ് അടയാളപ്പെടുത്തേണ്ടത്? ലൈൻ സെഗ്മെന്റിന്റെ എത്ര എണ്ണം ഉണ്ട്, എത്ര ലൈൻ സെഗ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക. ആ ലൈൻ സെഗ്മെന്റിന്റെ പേര് നമ്മൾ എഴുതുക. അടുത്ത പറഞ്ഞ ടീച്ചർ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. അടുത്ത ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗർ തന്നേക്കുന്നു. പിന്നെ 3 പോയിന്റ് ഉണ്ട്, എ ബി സി ഡി. ഈ തന്നേക്കുന്ന ഫിഗറിൽ ആദ്യം ലൈൻ സെഗ്മെന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് അതിന്റെ നമ്പർ പറയണം. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. എത്ര ഉണ്ട് നിങ്ങൾ പറഞ്ഞേ? 6 ഉണ്ട് അല്ലേ? 6 ആണ്. 6 ലൈൻ സെഗ്മെന്റ് നമുക്ക് ഇതിന് പറയാൻ പറ്റൂ അല്ലേ? ഇതൊരെണ്ണം, 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 ഇതൊന്ന്, ഇതൊന്ന്, ഇത് മൊത്തത്തിൽ 1. ഇനി എന്റെ പേര് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക്
സെഗ്മെന്റ് എ ബി ഉണ്ട്, ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് എ സി ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് എ ഡി ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. പിന്നെ ലൈൻ സെഗ്മെന്റ് ബി ഡി ഉണ്ട്, ലൈൻ സെഗ്മെന്റ് ഡി സി ഉണ്ട്, പിന്നെ മൊത്തത്തിൽ ലൈൻ സെഗ്മെന്റ് ബി സി ഉണ്ട്. ഇപ്പൊ 6 ലൈൻ സെഗ്മെന്റ് നമുക്ക് എണ്ണി പറയാം, 6 പേര് എഴുതാം. അപ്പൊ ബാക്കി തന്നേക്കുന്ന ഫിഗേഴ്സിന്റെയും ലൈൻ സെഗ്മെന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണുക, അതിന്റെ പേര് നിങ്ങൾ എഴുതുക. ഓക്കെ, ഹോംവർക്ക് ആണ്. അടുത്ത, കൺസിഡർ ദ ലൈൻ പി ക്യു ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് വെദർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് തന്നേക്കുന്നു, ലൈൻ സെഗ്മെന്റ് അല്ല ഒരു ലൈൻ തന്നേക്കുന്നു, ലൈൻ സെഗ്മെന്റ് അല്ല ഒരു ലൈൻ ആണ് തന്നേക്കുന്നത്. പി, ഇനി അതിനകത്ത് പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പി എൽ എം എൻ ക്യു, പി എൽ എം എൻ ക്യു. ഈ ഒരു ലൈൻ തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ വെച്ചിട്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എം ഈസ് എ പോയിന്റ് ഓൺ റേ എൻ ക്യു. അതായത് എൻ ക്യു എന്ന് പറയുന്ന റേയുടെ പോയിന്റ് ആണോ എം എന്ന് പറയുന്നത്? നോക്കിക്കേ, എം ക്യു എന്ന് പറയുന്ന റേയുടെ പോയിന്റ് ആണോ എം എന്ന് പറയുന്നത്? ആണോ? ആൻസർ എന്താ? ഫാൾസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൽ ഈസ് എ പോയിന്റ് ഓൺ റേ എം ബി. എം ബി എന്ന് പറയുന്ന ആ റേയുടെ പോയിന്റ് ആണോ എൽ? ആണ്, പോയിന്റ് ആണ് എൽ. അപ്പൊ അത് ട്രൂ ആണ് ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റേ എൻ ക്യു ഈസ് ഡിഫറെന്റ് ഫ്രം റേ എൻ ക്യു. എം ക്യു എന്ന് പറയുന്ന റേ എൻ ക്യു എന്ന് പറയുന്ന റേയിൽ നിന്ന് ഡിഫറെന്റ് ആണോ അല്ലയോ? ആണോ? ആണ്. ആൻസർ എന്താ? ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൽ എം എൻ ആർ പോയിന്റ് ഓൺ ലൈൻ സെഗ്മെന്റ് എൽ എൻ. എൽ എൻ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ പോയിന്റ് ആണോ തന്നേക്കുന്ന എല്ലും എമ്മും എന്നും? ആണോ? ആണ്, അതിന്റെ പോയിന്റ് ആണ് എൽ എം എൻ എന്ന് പറയുന്നത്. ആൻസർ ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റേ എൽ പി ഈസ് ഡിഫറെന്റ് ഫ്രം റേ എൽ ക്യു. റേ എൽ പി എന്ന് പറയുന്നത് റേ എൽ ക്യൂവിൽ നിന്ന് ഡിഫറെന്റ് ആണോ? ആണ്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് നോക്കിക്കുക, അടുത്ത റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ഈ ഒരു ഫിഗറിന്റെ അടിസ്ഥാനമൊക്കെ അല്ല, അല്ലാതെ ട്രൂ ഓർ ഫാൾസ് ചോദിച്ചേക്കുവാണ്. റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ഇൻ കേസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവറി പോയിന്റ് ഹാസ് എ സൈസ്. എല്ലാ പോയിന്റും ഒരു സൈസ് ആണോ? ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈൻ സെഗ്മെന്റ് ഹാസ് നോ ലെങ്ത്. ഒരു ലൈൻ സെഗ്മെന്റിന് ലെങ്ത് ഇല്ല. എ ലൈൻ സെഗ്മെന്റ് ഹാസ് നോ ലെങ്ത്. ആൻസർ എന്താ? ഫാൾസ് അല്ലേ? അതിന് ലെങ്ത്, ഡിഫറെന്റ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആൻസർ ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, എവറി റേ ഹാസ് എ ഫിനിറ്റ് ലെങ്ത്. ആൻസർ എന്താ? ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേ എ ബി ഈസ് ദ സെയിം ആസ് ദ റേ ബി എ. ആൻസർ ട്രൂ അല്ലേ? എ ബി ബി എ എന്താണ്? ഒരേപോലെ അല്ല, അപ്പൊ അത് ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി ഈസ് ദ സെയിം ആസ് ദ റേ ബി എ. ആൻസർ ഫാൾസ് ആണ്. എ ബിയും ബി എ സെയിം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ സെഗ്മെന്റ് എ ബി ഈസ് ദ സെയിം ആസ് ദ ലൈൻ സെഗ്മെന്റ് ബി എ. അത് ട്രൂ ആ. എ ബി എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും ലൈൻ സെഗ്മെന്റിന്റെ കാര്യത്തിൽ അത് സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ എ ബി ഈസ് ദ സെയിം ആസ് ദ ലൈൻ ബി എ. അതും ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 പോയിന്റ് എ ആൻഡ് ബി ഇൻ എ പ്ലെയിൻ ഡിറ്റർമിൻ എ യൂണിക് ലൈൻ സെഗ്മെന്റ്. അതും ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഇന്റർസെക്റ്റിംഗ് ലൈൻ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. അതെന്താ? ട്രൂ ആ. 2 ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, ഒരു പോയിന്റ് 2 ഇന്റർസെക്റ്റിംഗ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. 2 ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. അത് ഫാൾസ് ആണ്. അടുത്തത്, ഈ പോയിന്റ് എ ബി സി ആർ കൊലീനിയർ ആൻഡ് പോയിന്റ് സി ഡി ഇ ആർ കൊലീനിയർ, ദെൻ ദ പോയിന്റ് എ ബി സി ഡി ആർ കൊലീനിയർ. എന്താ? അത് ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ആൻഡ് ഓൺലി വൺ റേ ക്യാൻ ബി ഡ്രോൺ വിത്ത് എ ഗിവൺ എൻഡ് പോയിന്റ്. എന്താ? അത് ആൻസർ ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ആൻഡ് ഓൺലി ലൈൻ ക്യാൻ ബി ഡ്രോൺ ടു പാസ് ത്രൂ 2 ഗിവൺ പോയിന്റ്. അത് ആൻസർ എന്താ? ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ടു പാസ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഇല്ലേ, ഒരു ഗിവൺ പോയിന്റ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം ഒരു പോയിന്റിൽ നിന്ന്. അതെന്താ? അത് ട്രൂ ആണ്. ഇനി അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ സെഗ്മെന്റ് ഹാസ് എ ഡാഷ് ലെങ്ത്. ഒരു ലൈൻ സെഗ്മെന്റിന് ഒരു എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് എഴുതണം? ഡെഫിനിറ്റ് എന്ന് ആൻസർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, എ റേ ഹാസ് ഡാഷ് എൻഡ് പോയിന്റ്. ഒരു റേക്ക് ഒരു എൻഡ് പോയിന്റേ ഉള്ളൂ. ആൻസർ 1 ആണ്.
അടുത്തത് എ ലൈൻ ഹാസ് ഡാഷ് എൻ പോയിന്റ്. ലൈനിന് എന്തില്ല? നോ എൻ പോയിന്റ് ആണ്. ലൈനിന് എൻ പോയിന്റ്സ് ഇല്ല. എ റേ ഹാസ് നോ ഡാഷ് ലെങ്ത്. ഒരു റേക്ക് എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആൻസർ ഡെഫിനിറ്റ്. അടുത്തത് എ ലൈൻ ഡാഷ് ബി ഡ്രോൺ ഓൺ എ പേപ്പർ. ഒരു ലൈൻ നമുക്കൊരു പേപ്പറിൽ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് എഴുതും? കനോട്ട് ഡ്രോൺ എന്ന് എഴുതണം. അപ്പൊ ആദ്യത്തെ ആൻസർ ഡെഫിനിറ്റ്, രണ്ടാമത്തെ ആൻസർ 1 അല്ലേ, മൂന്നാമത്തെ ആൻസർ നോ, നാലാമത്തെ ആൻസർ ഡെഫിനിറ്റ്, അഞ്ചാമത്തെ ആൻസർ ക്യാൻ. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് 11B കണ്ടോ? അതിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ എൻ പോയിന്റ്? തന്നേക്കുന്നതിൽ എൻ പോയിന്റ് ഇല്ലാത്ത ഏതാ? എ ലൈൻ സെഗ്മെന്റ്, എ റേ, എ ലൈൻ, നൺ ഓഫ് ദിസ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ, എ ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 1 എൻ പോയിന്റ്? ഒരു എൻ പോയിന്റ് ഉള്ള ഏതാ നമുക്ക് തന്നേക്കുന്നതിൽ? എ ലൈൻ, എ റേ, എ ലൈൻ സെഗ്മെന്റ്. ഓപ്ഷൻ ബി എ ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 2 എൻഡ് പോയിന്റ്? 2 എൻഡ് പോയിന്റ് ഉള്ള ഏതാ? ലൈൻ സെഗ്മെന്റ് ആണോ, റേ ആണോ, ലൈൻ ആണോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ലൈൻ സെഗ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്? ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉള്ളത് ഏതിനാണ്? ലൈൻ ആണോ, എ ലൈൻ സെഗ്മെന്റ് ആണോ, എ റേ ആണോ? ഏതാ? ഓപ്ഷൻ ബി എ ലൈൻ സെഗ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ലൈൻസ് ക്യാൻ ബി ഡ്രോൺ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്? ഒരു ഗിവൺ പോയിന്റിൽ നിന്ന് പാസ് ചെയ്യുന്നത് നമുക്ക് എത്ര ലൈൻ വരയ്ക്കാൻ പറ്റും? എത്ര ലൈൻ വരയ്ക്കാൻ പറ്റും? only 1, 2, 3 അൺലിമിറ്റഡ് നമ്പർ. ഇതാണ് അൺലിമിറ്റഡ് നമ്പർ ആയിട്ട് നമുക്ക് വരയ്ക്കാം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി അൺലിമിറ്റഡ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ലൈൻ ക്യാൻ ബി ഡ്രോൺ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്? 2 പോയിന്റ് തന്നേക്കുന്നതിൽ നിന്ന് നമുക്ക് എത്ര ലൈൻ വരയ്ക്കാൻ പറ്റും? only 1. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 2 planes intersect at a point in a plane in a line none of this. അതായത് 2 planes എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്? in a line. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2 line intersect at a point at 2 point at an infinite number of points in a line. അതായത് 2 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഒരു പോയിന്റിലാണ്, at a point. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 points in a plane determine. 2 പോയിന്റ് ഒരു പ്ലെയിനിലുള്ള 2 പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? എക്സാക്ട്ലി 1 ലൈൻ സെഗ്മെന്റ്, എക്സാക്ട്ലി 2 ലൈൻ സെഗ്മെന്റ്, ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്, നൺ ഓഫ് ദിസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ എക്സാക്ട്ലി 1 ലൈൻ സെഗ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 3 ലൈൻ ഇൻ എ പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിലെ ഒരു 3 ലൈനിന്റെ അല്ലേ ഇന്റർസെക്ഷൻ പോയിന്റ് മിനിമം നമ്പർ എത്രയാണ്? ഓപ്ഷൻ ഡി 0. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 3 ലൈൻ ഇൻ എ പ്ലെയിൻ. അതായത് നമ്മുടെ ഒരു പ്ലെയിനിലെ 3 ലൈൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ഓപ്ഷൻ ഡി 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എവരി ലൈൻ ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്. എല്ലാ ലൈനിനും ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്. എവരി റേ ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്. എല്ലാ റേക്കും ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്. എവരി ലൈൻ സെഗ്മെന്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആ. എവരി ലൈൻ സെഗ്മെന്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത്. ഒരു ലൈൻ സെഗ്മെന്റിന് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റൂ. റേക്കും ലൈനിന് ലെങ്ത് പറയാൻ നമുക്ക് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ലൈൻ എ ബി ഈസ് ദ സെയിം ആസ് ലൈൻ ബി എ. റേ എ ബി ഈസ് ദ സെയിം ആസ് റേ ബി എ. ലൈൻ സെഗ്മെന്റ് എ ബി ഈസ് ദ സെയിം ആസ് ദ ലൈൻ സെഗ്മെന്റ് ബി എ. അപ്പൊ അതിൽ ഫാൾസ് ആയിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെ റേ എ ബി ഈസ് ദ സെയിം ആസ് റേ ബി എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത, ഹൗ മെനി റേസ് ക്യാൻ ബി ഡ്രോ വിത്ത് എ ഗിവൺ പോയിന്റ് ആസ് ദ ഇനിഷ്യൽ പോയിന്റ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അൺലിമിറ്റഡ് നമ്പർ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ലൈൻ സെഗ്മെന്റ്, റേ ആൻഡ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ലൈൻ സെഗ്മെന്റ് എന്താണ്, ലൈൻ എന്താണ്, റേ എന്താണെന്നാണ് പഠിക്കുന്നത്. ലൈനിൽ തന്നെ നമ്മൾ പാരലൽ ലൈൻ പഠിക്കുന്നുണ്ട്, ഇന്റർസെക്റ്റിംഗ് ലൈൻ പഠിക്കുന്നുണ്ട്, കൺകറന്റ് ലൈൻ പഠിക്കുന്നുണ്ട്, പിന്നെ കൊളീനിയർ പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ലൈൻ സെഗ്മെന്റ് റേയും ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. എളുപ്പമുള്ള ചാപ്റ്റർ ആണിത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാം. നമ്മൾ ഹിസ്റ്ററി പാർട്ടിലെ ചാപ്റ്റർ 7 ആണ് പഠിക്കുന്നത്. ന്യൂ റിലീജിയസ് ഐഡിയാസ്, പുതിയ നമ്മുടെ റിലീജിയസ് ഐഡിയാസ്.
എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ പുതിയതല്ല, നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞില്ല വേദ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെയുള്ള പുതിയ റിലീജിയസ് ഐഡിയാസ് എല്ലാം നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ ടെക്സ്റ്റ് ഒക്കെ എടുത്തോ. പേജ് നമ്പർ 47, നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലെ 7th ചാപ്റ്റർ ആണ് ന്യൂ റിലീജിയസ് ഐഡിയാസ്. നോക്കിക്കേ. By the 6th century BC, religious worship in India had become extremely എന്താണ് റിച്വലിസ്റ്റിക്. അതായത് നമ്മുടെ BC 6ാം നൂറ്റാണ്ടോട് കൂടി നമ്മുടെ ഇന്ത്യയിലെ മതപരമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് എന്തായിട്ട് മാറി അല്ലെ? ആചാരമായിട്ട് മാറി, ആചാരപരമായിട്ടുള്ളതായിട്ട് മാറി. And society was bound by rigid caste rules. നമ്മുടെ സമൂഹം എങ്ങനെയായിട്ട് മാറി? സമൂഹത്തിൽ കർക്കശമായിട്ടുള്ള ജാതി നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. Frequent war among the Mahajanapadas had created an atmosphere of mistrust and political conflict. അപ്പോൾ നമ്മൾ ആ മഹാജനപദങ്ങൾ പഠിച്ചാൽ പോലെ നിരന്തരമായിട്ട് ഉണ്ടായ യുദ്ധങ്ങൾ അല്ലേ? മഹാജനപദങ്ങൾ തമ്മിലുള്ള ആ ഒരു യുദ്ധങ്ങൾ എന്തൊക്കെ സൃഷ്ടിച്ചു? വിശ്വാസത്തിന്റെയും രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. The people were not satisfied with what they had and were always trying to increase their wealth. അപ്പം ജനങ്ങൾ തങ്ങൾക്കുള്ളത് പോരാ എന്നുള്ള അവർക്ക് തൃപ്തിയില്ല, തനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ ഇനി കൂടുതൽ സ്വത്ത് സമ്പാദിക്കാൻ അവര് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. Dissatisfied with such conditions, many thinkers gave up worldly life and went to forest to meditate in peace and seek enlightenment. അപ്പം എന്താണ് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റാതെ നമ്മുടെ അല്ലെങ്കിൽ അതൃപ്തിയുള്ള പല ചിന്തകന്മാരും എന്ത് ചെയ്തു? ചിന്തകരും അവര് തങ്ങളുടെ ഈ ഒരു ലൈഫ്, ഈ ഒരു സമൂഹത്തിലെ ലൈഫ് കളഞ്ഞിട്ട് വനപ്രദേശങ്ങളിലേക്ക് പോയി അല്ലേ? വനപ്രദേശങ്ങളിലേക്ക് പോയി എന്തിനാണ്? ഈ ഒരു ലൗകിക ജീവിതം ഉപേക്ഷിച്ചിട്ട് അവര് ധ്യാനിക്കാനും അതുവഴി എന്താണ് നമ്മുടെ അവര് പറയാൻ നമ്മൾ ജ്ഞാനോദയം എന്ന് പറയാം, ജ്ഞാനം നേടാനുമായിട്ട് അവര് വനങ്ങളിലേക്ക് പോയി. Some of them shared their newfound knowledge, spread new religious and philosophical ideas and won followers. അവരെന്ത് ചെയ്തു? പല ചിന്തകരും അവർക്ക് കിട്ടിയ പുതിയ അറിവുകൾ ആളുകളിലേക്ക് എത്തിക്കുകയും പുതിയ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് അല്ലേ, തത്വചിന്താപരമായിട്ടായാലും പുതിയ റിലീജിയസ് ആയിട്ടുള്ള പുതിയ ഐഡിയകളിലൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക, അതുവഴി കുറച്ച് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കുകയും ചെയ്തു. We know about these new ideas from the Upanishad and from the Buddhist and Jain religious texts. അപ്പോൾ നമുക്ക് ആ പുതിയ ഐഡിയാസിനെ കുറിച്ചും ഫിലോസഫിക്കൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിവ് കിട്ടുന്നത്? ഉപനിഷത്തിൽ നിന്ന്, ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് ടെക്സ്റ്റിൽ നിന്നൊക്കെയാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയിരുന്നത്. അപ്പൊ എന്താണ് ഇനി ഉപനിഷത്ത്? എന്താണ് ഉപനിഷത്ത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉപനിഷത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കിക്കേ. ഉപനിഷത്ത് മീൻസ് ടു സിറ്റ് നിയർ സംബഡി അല്ലേ? നമ്മൾ എന്താണ് ഉപനിഷത്ത് എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും അടുത്തിരിക്കുക എന്നാണ് ഈ ഒരു ഉപനിഷത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഉപനിഷത്ത് മീൻസ് ടു സിറ്റ് നിയർ സംബഡി, ആരുടെയെങ്കിലും അടുത്ത് ഇരിക്കുക. The Vedic text called the Upanishad record knowledge given by the teachers to people sitting at their feet, often through questions and answers. അപ്പോൾ നമ്മുടെ വേദിക് ടെക്സ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, ഉപനിഷത്തിൽ എന്ത് നോളജാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും പണ്ടുള്ള അധ്യാപകർ അവരുടെ കാൽക്കളിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയ അറിവുകളാണ് ഈ ഉപനിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമ്മുടെ വേദിക് ടെക്സ്റ്റുകളിൽ പറയുന്നത്. എന്താണ്? നമ്മുടെ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും നമ്മുടെ അധ്യാപകര് അവരുടെ കാൽക്കളിരിക്കുന്ന തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അല്ലേ, തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന ആ അറിവുകൾ, അതാണ് ഉപനിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക എന്നാണ് നമ്മുടെ വേദിക് ടെക്സ്റ്റിൽ പറയുന്നത്. നോക്കിക്കേ, there are about 108 ഉപനിഷത്ത് ഇല്ലേ? 108 ഉപനിഷത്ത് ഉണ്ട്. അതുപോലെ തന്നെ the teachings of the Upanishad from an important part of Hindu philosophy. നമ്മുടെ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഈ ഉപനിഷത്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ഫിലോസഫിയുടെ ഒരു പാർട്ടാണ്. എന്താ? ഉപനിഷത്തൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ? The Upanishad do not give much importance to the Vedic gods and rituals. അതായത് ആചാരാനുഷ്ഠാനങ്ങൾക്കും വേദിക് ഗോഡിനൊന്നും ഈ ഉപനിഷത്ത് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. Okay, they give ultimate importance to Brahma, the one supreme power or universal soul. അപ്പോൾ എന്താണ് അവർ നമ്മളെ പരമമായ ശക്തി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു സാർവത്രിക ആത്മാവ്, അതിന് ബ്രഹ്മ, അതിനാണ് അവർ ആത്യന്തികമായിട്ട് പ്രാധാന്യം. ബ്രഹ്മ എന്തിനാണ്? ബ്രഹ്മ, അതിനാണ് അവർ ആത്യന്തികമായിട്ടുള്ള പ്രാധാന്യം നൽകിയിരുന്നത്. ബ്രഹ്മ. ഓക്കെ,
അതുപോലെ according to Vedic belief, when a person dies, his atma is reborn in another living form. അതായത് നമ്മുടെ ഈ ഒരു വേദിക് വിശ്വാസം അനുസരിച്ച് അല്ലെ വേദവിശ്വാസം അനുസരിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവുണ്ടല്ലോ സോൾ ആത്മാ അല്ലെങ്കിൽ സോൾ എന്ത് ചെയ്യുന്നു വേറെ ഒന്നിൽ അത് പുനർജനിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ വേറെ ഒരു ലിവിങ് ഫോമില് ജീവനുള്ള ഒരു ഇതില് അത് പുനർജനിക്കുകയാണ് ആത്മാവ് പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. As a result, the atma remain bound to a cycle of repeated death and birth. അപ്പൊ എന്ത് ചെയ്യുന്നു ഈ ഒരു ജനിക്കുക വീണ്ടും മരിക്കുക വീണ്ടും പുനർജനിക്കുക വീണ്ടും മരിക്കുക അപ്പൊ ആ ഒരു സൈക്കിളില് ഈ ഒരു ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു ആ ഒരു സൈക്കിളിലാണ് ഈ ഒരു ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നത്. The Upanishads state that the Atma can attain moksha when it unite with Brahma. അപ്പൊ ഈ ആത്മാവിന് ഒരു മോക്ഷം അല്ലേ മോക്ഷം കിട്ടുന്നത് അതായത് അൾട്ടിമേറ്റ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ഡെത്ത് ആൻഡ് ബർത്ത്. ഡെത്ത് ബർത്ത് എന്ന് പറയുന്ന ആ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് അൾട്ടിമേറ്റ് എന്താണ് അതിൽ നിന്നൊരു ഫ്രീഡം ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഈ ആത്മാവ് എന്ത് ചെയ്യണം മോക്ഷം പ്രാപിക്കണം മോക്ഷം ലഭിക്കണം അതായത് ബ്രഹ്മവുമായിട്ട് ചേർന്നിട്ട് മോക്ഷം ലഭിക്കണം. This can be achieved through the complete understanding and continuous awareness of Brahma. അപ്പൊ ആ ഒരു മോക്ഷം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് നമ്മൾ ബ്രഹ്മയെ കുറിച്ച് കംപ്ലീറ്റ് എല്ലാ അറിവുകളും പൂർണ്ണമായ ധാരണ അവബോധം എല്ലാം കിട്ടുമ്പോഴാണ് ആ ഒരു മോക്ഷം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആത്മാക്ക് അല്ലേ സോളിന് ആത്മാവിന്. അടുത്ത പാരഗ്രാഫ് ഉണ്ട് യൂഷ്വലി ലേൺ ബ്രാഹ്മൺസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിലോസഫിക്കൽ ഡിസ്കഷൻ. അപ്പൊ പണ്ഡിതന്മാരായ ബ്രാഹ്മണർ എന്തോ ഈ ഫിലോസഫിക്കൽ തത്വചിന്താപരമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. വുമൺ ആൻഡ് ലോവർ കാസ്റ്റ് പീപ്പിൾ റയർലി പാർട്ടിസിപ്പേറ്റ്. സ്ത്രീകളും താഴ്ന്ന ജാതിക്കാരും അങ്ങനെയൊന്നും പാർട്ടിസിപ്പേറ്റ് അവര് അപൂർവമായിട്ട് ഇത്തരം ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുള്ളൂ. ബട്ട് ദേർ വർ സം എക്സെപ്ഷൻ അവർക്ക് ചില എക്സെപ്ഷൻസും ഉണ്ടായിരുന്നു. For instance, Gargi, a learned and very intelligent lady, impressed even the sage with her questions. അപ്പോൾ ഗാർഗി എന്ന് പറയുന്ന അല്ലേ വിദ്യാസമ്പന്നയും അതുപോലെ തന്നെ ബുദ്ധിമതിയുമായിട്ടുള്ള ഗാർഗി എന്ന് പറയുന്ന സ്ത്രീ അതവര് തന്റെ ചോദ്യങ്ങളാൽ ഋഷിമാരെ പോലും അവര് ആകർഷിച്ചിരുന്നു അല്ലേ. നോക്കിക്കേ again according to one of the Upanishads, Satyagama Jabala, a great thinker and philosopher, was the son of a low caste woman named Jabala. അതായത് നമ്മുടെ വേറൊരു നമ്മുടെ ഇതിൽ പറയുന്ന ഐതിഹ്യത്തിൽ പറയുന്ന എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ സത്യകാമ ജബല എന്ന് പറയുന്ന എന്താ അത് ഫിലോസഫറുമാണ് ഒരു ഗ്രേറ്റ് തിങ്കറുമാണ്. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജബല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകനായിരുന്നു. He was taught by Rishi Gautama, who being impressed by Satyakama's truthfulness about his low birth accepted him as a student. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഋഷി ഗൗതമയുടെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധത മൂലം ആ സത്യകാമ ജനത താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത മൂലം അദ്ദേഹത്തില് എന്താ തൃപ്തനായ ആ ഒരു ഋഷി ഗൗതമ അദ്ദേഹത്തെ തന്റെ സ്റ്റുഡന്റ് ആക്കി വെക്കുകയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. Rabindranath Tagore poem Brahman written in modern Ved also describe this episode. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രാഹ്മൺ എന്ന് പറയുന്ന ആ ഒരു പോയത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ ഇനി the 4 stages of life നമ്മുടെ ലൈഫിന്റെ 4 സ്റ്റേജസിനെ കുറിച്ച്. In Upanishad time, the life of an upper caste man was divided into 4 stages called ashramas. എന്താണ് നമ്മുടെ ആ ഒരു ഉപനിഷത്ത് ടൈമില് നമ്മുടെ അപ്പർ കാസ്റ്റ് ആളുകളുടെ ആ ഒരു ലൈഫിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തായിട്ട് പറയുന്നുണ്ട്. അതിനെ നമ്മൾ ആശ്രമാസ് എന്നാണ് വിളിക്കുന്നത്. These are ബ്രഹ്മചര്യ. അതിൽ ആദ്യത്തെയാണ് ബ്രഹ്മചര്യ. ബ്രഹ്മചര്യ മീൻസ് സ്റ്റുഡൻസ് ലൈഫ് അതായത് വിദ്യാർത്ഥി ജീവിതം. ബ്രഹ്മചര്യത്തിൽ എന്താണ് വിദ്യാർത്ഥി ജീവിതമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് ആണ് ഗൃഹസ്ഥ. ഗൃഹസ്ഥ മീൻസ് ഫാമിലി ലൈഫ് ഒരു കുടുംബജീവിതം വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞൊരു കുടുംബജീവിതം. വാനപ്രസ്ഥ. വാനപ്രസ്ഥ എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് വിത്ത് ദ ഫോറസ്റ്റ് വിത്ത് മീഡിയേറ്റ് അതായത് നമ്മള് ധ്യാനത്തിനൊക്കെ ആയിട്ട് എല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് പോകുന്നതാണ് വാനപ്രസ്ഥ. അടുത്ത ലൈഫാണ് സന്യാസ. സന്യാസ മീൻസ് ഗീവിങ് അപ്പ് എവരിതിങ് എല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു. എന്താ സന്യാസ. Going through these ashramas was thought to be best way to live one's life, but this was not rigidly followed. അപ്പോൾ ഒരാളുടെ ജീവിതത്തില് അല്ലേ ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം നയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഈ ആശ്രമത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് 4 ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാ ബ്രഹ്മചര്യ പിന്നെ ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ ഈ 4 മാർഗങ്ങളിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരു ജീവിതം നയിക്കാനുള്ള ഏറ്റവും നല്ല
മാർഗങ്ങളാണ്. പക്ഷെ ഇത് അത്ര കാര്യമായിട്ട് ആരും ഫോളോ ചെയ്തിരുന്നില്ല. ഇനി അപ്പൊ നമ്മൾ ഉപനിഷത്ത് എന്താ നോക്കി. ഇനി അടുത്തത് ബുദ്ധിസം. എന്താണ് ബുദ്ധിസം എന്താ നമുക്കൊന്ന് നോക്കാം. ഉപനിഷത്ത് മനസ്സിലായല്ലോ. അടുത്തത് ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസം എന്താ നോക്കിക്കേ. ഏർലി ഹിസ്റ്ററി, ബുദ്ധിസത്തിന്റെ പുരാതന ചരിത്രമാണ് നമ്മൾ പറയുന്നത്. The founder of Buddhism, Gautama Siddhartha, was born at Lumbini near Kapilavastu around 563 BC. അതായത് നമ്മുടെ ഗൗതമ ബുദ്ധൻ ഇല്ലേ, 563 ഗൗതമ സിദ്ധാർത്ഥ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്താ ഈ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം 563 BC 563 നമ്മുടെ കപിലവസ്തുവിന്റെ അടുത്തുള്ള ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഗൗതമ was the son of a chief of the Shakya clan. ശാക്യ വംശത്തിൽപ്പെട്ട ഒരു പ്രധാനിയുടെ മകനായിരുന്നു നമ്മുടെ ഗൗതമ സിദ്ധാർത്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിഷ്യലി he led a life of luxury. He was married to a princess Yashodhara and had a son named Rahul. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ആഡംബരമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹം ഒരു പ്രിൻസസ്, ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. യശോധര എന്നായിരുന്നു അവരുടെ പേര്. അവർക്കൊരു മകനുണ്ടായി, പേര് രാഹുൽ. ഓക്കെ, according to legend, the sights of an old man, a sick man and a dead man made Gautama realize that there is a suffering in the world. അപ്പോൾ നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വയസ്സായ ഒരു മനുഷ്യനെ കണ്ടപ്പോഴും അതുപോലെ തന്നെ രോഗിയായ മനുഷ്യനെ കണ്ടപ്പോഴും ഒരു മരണം കണ്ടപ്പോഴും ഒക്കെയാണ് നമ്മുടെ ഈ ഗൗതമ അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ് ഈ ലോകത്തില് സഫറിങ്സ്, കഷ്ടപ്പാടുകൾ ഉണ്ടെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഇവരെയൊക്കെ കണ്ടപ്പോഴാണ്. The sight of an ascetic told him that there is also a way to end suffering. അപ്പോൾ ഒരു സന്യാസിയുടെ കാഴ്ചപ്പാട് ഇദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത്? ഈ സഫറിങ്സ്, കഷ്ടപ്പാടുകൾ മാറ്റാൻ പല വഴികളും ഉണ്ടെന്ന് ആ സന്യാസി ഇദ്ദേഹത്തോട് പറഞ്ഞു. Gautama left home at the age of 30 to find the way to end suffering. 30 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം വീട് വിട്ടിറങ്ങി. എന്താണ് ഈ സഫറിങ്ങിനെല്ലാം, ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അവസാനം കണ്ടെത്തണമെന്നും പറഞ്ഞ് അദ്ദേഹം 30 വയസ്സായപ്പോഴത്തെ ആഡംബര ജീവിതമെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. He wandered for 6 years, during which he put himself through all kind of hardship. അപ്പോൾ അദ്ദേഹം 6 വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നതിനിടയ്ക്ക് അദ്ദേഹം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിച്ചു. ഫോർ ഇൻസ്റ്റൻസ്, he went without food and water for several days. അല്ലെ, ഫുഡും വാട്ടറും ഒന്നുമില്ലാതെ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. Finally, he sat under a peepal tree at Bodh Gaya and resolved not to get up until he had found answers to all his questions. അപ്പോൾ എന്താണ് അദ്ദേഹം അവസാനം ഒരു ബോധഗയയിലുള്ള പീപ്പിൾ മരത്തിന്റെ താഴെ വന്നിരുന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എന്റെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കിട്ടാൻ ഞാൻ ഇതിന്റെ ചുവട്ടിൽ നിന്ന് എണീക്കില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്ത് അതിന്റെ ചുവട്ടിൽ നിന്നു. He remained there in a deep meditation for 49 days. 49 ദിവസം അദ്ദേഹം അവിടെ അങ്ങനെ അതിന്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്നു. At the end of this period, he attained enlightenment and became known as the Buddha, the enlightenment one. അപ്പോൾ എന്താണ് 49 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തിൽ അദ്ദേഹത്തിന് ആ പീരീഡിന്റെ എൻഡ് ആയപ്പോഴത്തേനും അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ ബുദ്ധ എന്ന് വിളിക്കുന്നു അല്ലേ. നമ്മൾ ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ ഗൗതമ സിദ്ധാർത്ഥ എന്നായിരുന്നു അദ്ദേഹത്തെ നമ്മൾ ഗൗതമ ബുദ്ധൻ എന്നതിന് ശേഷം വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ ആരാണ്? ഗൗതമ ബുദ്ധ അല്ലെങ്കിൽ ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ അല്ലേ. ബുദ്ധനാണ് നമ്മുടെ ഈ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. The Buddha delivered his first sermon at Sarnath near Varanasi. അപ്പോൾ വാരണാസിയിലുള്ള സാരനാഥിലാണ് അത് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്തിയത്. He then wandered for 40 years preaching Buddhism. ബുദ്ധിസം പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം 40 വർഷക്കാലം വീണ്ടും ഇങ്ങനെ അലഞ്ഞു നടന്നു. The Buddha preached in the common man's language as he wanted his message to reach everyone. അപ്പോൾ അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലേ. കാരണം എല്ലാ ആൾക്കാരിലേക്കും തന്റെ ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിലായിരുന്നു സംസാരിച്ചത്, പ്രസംഗം നടത്തിയതും ഒക്കെ. The Buddha died around the age of 80 at Kushinagara in Eastern Europe, ഉത്തർപ്രദേശ്. ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ 80 വയസ്സായപ്പോൾ, ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ കുശിനഗര എന്ന് പറയുന്ന സ്ഥലത്ത് 80 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം മരണപ്പെട്ടു. ഈ മെയിൻ ടീച്ചിങ്സ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് എന്തൊക്കെയാണുള്ളത്? The Buddha preached that the suffering in his life caused by desire. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ സഫറിങ്സിന്റെയും കഷ്ടപ്പാടിന്റെയും
ജീവിതത്തിലെ കഷ്ടപ്പാടൊക്കെ ഇവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. സഫറിങ് ക്യാൻ ബി എൻഡഡ് ബൈ ഓവർകമ്മിങ് ഡിസയർ. അപ്പൊ ഈ ഡിസയറിനെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ സഫറിങ് നമുക്ക് ഇല്ലാതാക്കാം, ഇല്ലേ, അവസാനിപ്പിക്കാം. ടു ഓവർകം ഡിസയർ ദ ബുദ്ധ അഡ്വൈസ്ഡ് ഹിസ് ഡിസിപ്പിൾസ് ടു ഫോളോ ദ മിഡിൽ പാത്ത്, ദാറ്റ് ഈസ് നെയ്തർ ടു ഗീവ് അപ്പ് ഓൾ വേൾഡ്ലി പൊസഷൻസ് നോട്ട് ടു ലിവ് ഇൻ ലക്ഷറി. അപ്പൊ എന്താണ്, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ഉണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ്. ആ ആഗ്രഹങ്ങളെ ഓവർകം ചെയ്താൽ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാം. ആ ആഗ്രഹങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ എന്താണ് ആ ഒരു ലക്ഷറി, ആഡംബരവും ഒക്കെ ഒന്ന് കുറയ്ക്കാമെങ്കിൽ നമുക്ക് എല്ലാ സഫറിങ്സും ഇല്ലാതാക്കാം. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനോട് അതാണ് പറയുന്നത്, ആഡംബര ജീവിതം എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വലിയ ആഡംബര അത്യാർത്ഥി എല്ലാം ഇല്ലാതാക്കി എന്താണ് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. The Buddha preached the equality of all human beings and respect for all living creatures. അപ്പൊ എന്താണ്, എല്ലാ ജീവജാലങ്ങളോടും എന്താ നല്ല രീതിയിൽ ബഹുമാനം കൊടുക്കാനും അവരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും നമ്മുടെ ഈ ബുദ്ധ എല്ലാവരോടും പറഞ്ഞു. He rejected the caste system as well as all religious rituals. എല്ലാ മതപരമായിട്ടുള്ള ആചാരങ്ങളെയും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തെയൊക്കെ ഇദ്ദേഹം എതിർത്തു, ഇല്ലേ, ജാതി വ്യവസ്ഥയൊക്കെ ഇദ്ദേഹം റിജക്ട് ചെയ്തു. He believed in the theory that one has faced the consequence of one's karma actions either in this life itself or in the next. അപ്പൊ നമുക്ക് നമ്മുടെ കർമ്മത്തിനനുസരിച്ചായിരിക്കും, നമ്മുടെ പ്രവൃത്തിയുടെ അനുസരിച്ചായിരിക്കും, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് എല്ലാവർക്കും എന്ത് കിട്ടുന്നത്, അതിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ ഒന്നുകിൽ നമുക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും എന്നുള്ള തിയറിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന തിരിച്ചടികൾ. He did not discuss God. ദൈവത്തെ കുറിച്ചൊന്നും അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നില്ല. The Buddha preached ahimsa, non violence. ഇല്ല, അദ്ദേഹം അഹിംസക്കായിരുന്നു, നോൺ വയലൻസ്, അക്രമരാഹിത്യത്തിനായിരുന്നു അദ്ദേഹം അക്രമരാഹിത്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്, ഇല്ലേ, അക്രമങ്ങളൊക്കെ ഒഴിവാക്കുക. He forbade lying, stealing, killing and drinking. അപ്പൊ അദ്ദേഹം കള്ളം പറയുന്നത്, മോഷ്ടിക്കുക, അതുപോലെ തന്നെ കൊല്ലുക, പിന്നെന്താ കുടിക്കുക, ഇതിനെല്ലാം അദ്ദേഹം എതിർത്തു. ഇതൊന്നും വേണ്ട, ഇതെല്ലാം അദ്ദേഹം വിലക്കി. ഇതൊക്കെ ചെയ്യുന്നത്, കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഇദ്ദേഹം വിലക്കിയിരുന്നു. There are many legends which tell us about different aspects of the Buddha's personality. അപ്പം ഈ ബുദ്ധന്റെ ഈ പേഴ്സണാലിറ്റിയിലെ വ്യക്തിത്വത്തിലെ പല ആസ്പെക്റ്റിനെ കുറിച്ചും പല ആൾക്കാരുടെ ഐതിഹ്യങ്ങളും പല രീതിയിൽ പറയുന്നുണ്ട്, അല്ലേ. One tell how Buddha once stood between two opposing tribal armies and convinced them not to fight. അപ്പം ഒരു എണ്ണത്തിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ബുദ്ധ രണ്ട് ഗോത്ര ആർമി വിഭാഗങ്ങൾക്കിടയിൽ നിന്നിട്ട് അവരെ നടത്താൻ വന്ന യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അവരെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ another narrates how the fearless Buddha won over the dangerous dacoit അങ്കുലിമാല and his men. അപ്പൊ അങ്കുലിമാല എന്താണ് പോലുള്ള ഒരു കുറച്ച് ഈ അപകടകാരിയായിട്ടുള്ള അങ്കുലിമാലയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളെയും നിർഭയനായിട്ട് കീഴടക്കിയ കാര്യവും ഒരു ചിലതില് പറയുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ജൈനിസം. ബുദ്ധിസം പഠിച്ചു, ജൈനിസം എന്താണ്? ജൈനിസത്തിന്റെയും ഏർലി ഹിസ്റ്ററി, പുരാതന കാലത്തെ കുറിച്ച് ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ജൈനിസം വാസ് ഫൗണ്ടഡ് ബൈ വർദ്ധമാന മഹാവീര ഓഫ് ദ വാജി ജനസംഘം. വാജി ജനസംഘത്തിൽപ്പെട്ട വർദ്ധമാന മഹാവീരയാണ് നമ്മുടെ ഈ ജൈനിസം സ്ഥാപിച്ചത്. നോക്കിക്കേ, മഹാവീര വാസ് ബോൺ അറ്റ് കുണ്ടലവന നിയർ വൈശാലി ഇൻ 540 BC. 540 വൈശാലിക്കടുത്തുള്ള കുന്തലവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആര്? വർദ്ധമാന മഹാവീരൻ ജനിച്ചത്. ഓക്കെ, നോക്കിക്കേ, he was brought up in luxury but left home at the age of 29. അദ്ദേഹം ജനിച്ചപ്പോൾ വളരെ ആഡംബരമായിട്ടുള്ള കുടുംബത്തിലൊക്കെയാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ 29 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വീട് ഉപേക്ഷിച്ച് വന്നു. For the next 12 years he meditated and led a life of severe austerity, that is a life of minimum comforts. അപ്പൊ അദ്ദേഹവും തുടർന്നുള്ള 12 വർഷക്കാലം കഠിനമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ജീവിതമാണ് നയിച്ചല്ലേ. മിനിമം അതിലൊക്കെ തൃപ്തിപ്പെട്ടിട്ട് അദ്ദേഹം ആ 12 വർഷക്കാലം ജീവിച്ചു. He finally attained കൈവല്യ. അദ്ദേഹം അവസാനം കൈവല്യ, പെർഫെക്റ്റ് നോളജ്, ഇല്ലേ, നല്ല തികഞ്ഞ അറിവ് അദ്ദേഹം നേടി. ഓക്കെ,
Henceforth he was called the Jina conqueror and his followers were called Jains. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹത്തെ നമ്മൾ ജിന എന്ന് വിളിച്ചു, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ പിൻഗാമികളെ നമ്മൾ ജെയിൻസ് എന്ന് വിളിച്ചു. Mahavira claimed to be the 24th Tirthankara. He recognized 23rd other Tirthankaras who lived before him. അതിന് മുമ്പ് അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചിരുന്ന 23 തീർത്ഥങ്കരുണ്ട്. അതിനുശേഷം അദ്ദേഹം എന്താണ് 24ാമത്തെ തീർത്ഥങ്കരനായിട്ട് അറിയപ്പെടുന്നുണ്ട്. മഹാവീര died at Paupuri near Rajgir at the age of 72. 72ാമത്തെ വയസ്സിൽ രാജഗീരിനടുത്തുള്ള പാവൂരിലാണ് അദ്ദേഹം മരിച്ചത് അല്ലേ. നോക്കിക്കേ, ഇനി അദ്ദേഹത്തിന്റെ മെയിൻ ടീച്ചിങ്സ്, നമ്മുടെ ബുദ്ധന്റെ മെയിൻ ടീച്ചിങ്സ് എന്തൊക്കെയാന്ന് നോക്കി. ഇനി നമ്മുടെ ഈ വർത്തമാന മഹാവീരന്റെ മെയിൻ ടീച്ചിങ്സ് എന്താന്ന് വെച്ചാല്, മഹാവീര ടീച്ചിങ് വേ സിമ്പിൾ. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ, വളരെ ലളിതമായിട്ടുള്ളതായിരുന്നു. He believed that a person's position in life depend on karma of the previous life. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതത്തിലെ ആക്ഷൻസ്, കർമ്മം ഇല്ലേ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയുള്ള. അപ്പൊ ഒരാളുടെ ജീവിതത്തിലെ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത ആക്ഷൻ, അദ്ദേഹത്തിന്റെ കർമ്മം, പ്രവൃത്തിയുടെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. He believed that anyone, even a low-born person, could attain moksha. അപ്പൊ ഏത് താഴ്ന്ന ജാതിയിൽ ജനിച്ച ആൾക്കാർക്കായാലും എന്താണ് മോക്ഷം അറ്റൈൻ ചെയ്യാൻ പറ്റും. He preached ahimsa and forbade his followers to cause harm or injury to any living being. അദ്ദേഹവും നമ്മുടെ വർത്തമാന മഹാവീരനും എന്താണ് ഈ അഹിംസയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത് അല്ലെ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞിരുന്നു, ഒന്നിനെയും മുറിപ്പെടുത്തുകയോ ഒന്നിനെയും ഇല്ലേ ഹാർംഫുൾ ആയിട്ട് ഉപദ്രവിക്കുകയോ ചെയ്യെന്ന് അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു. ഇനി എന്താണ്, മഹാവീര called upon his disciples to lead good and pure lives. അപ്പൊ അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട് പറയുന്നത് ശുദ്ധവും ഇല്ലേ നല്ലതുമായിട്ടുള്ള ജീവിതം നയിക്കാനാണ്. He instructed his followers not to lie, steal or kill. അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു അല്ലേ, ആരെയും കൊല്ലുകയോ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യരുതെന്നും. മഹാവീര encouraged his followers to lead austere lives. അപ്പൊ എന്താണ്, ഒരു കഠിനമായ ജീവിതം നയിക്കാനാണ് അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട് പറയുന്നത്. Jain men who gave up godly life were not even allowed to wear clothes. അപ്പൊ ഒരു ജെയിൻ ആ ഒരു തരത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് വസ്ത്രം ധരിക്കാൻ പോലുള്ള ഇത് ഇല്ലായിരുന്നു. Later on some Jains took to wearing white robes. അപ്പം അതിനുശേഷം എന്താ പിൻകാലമായപ്പോഴത്തേക്കും ഈ ജൈന മതത്തിൽപ്പെട്ടവര് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങി. Like the Buddha, Mahavira did not discuss God. ബുദ്ധനെ പോലെ തന്നെ മഹാവീരൻ ദൈവങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നില്ല. He rejected all rituals. എല്ലാ ആചാരങ്ങളെയും ഇദ്ദേഹം റിജക്ട് ചെയ്തു. Mahavira won many followers as he preached in Prakriti spoken by the common people. അപ്പം സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന പ്രാകൃതി ഭാഷയിൽ തന്നെയായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. He preached at Magadha, Kosala and Videha in North India. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മഗധയിലും കോസലയിലും വിദേഹത്തിലും എല്ലാം അദ്ദേഹം തന്റെ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു, പ്രസംഗിച്ചിരുന്നു. Jainism also became popular in Rajasthan, Gujarat, Malwa and South India. ഗുജറാത്ത്, രാജസ്ഥാൻ, മാൽവ, സൗത്ത് ഇന്ത്യ ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ ജൈനിസം അല്ലെ പോപ്പുലാരിറ്റി നേടിയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന സംഘ. എന്താണ് സംഘ? എന്താണ് സംഘ എന്ന് വെച്ചാല്, ദ ബുദ്ധ ആൻഡ് മഹാവീര സെറ്റ് അപ്പ് ഓർഗനൈസേഷൻസ് കാൾഡ് സംഘാസ് for those who gave up worldly life and become monks in order to attain enlightenment. അപ്പം ജ്ഞാനോദയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് വരുന്ന സന്യാസിമാർക്ക് അല്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബുദ്ധ, മഹാവീര തുടങ്ങിയ ആളുകൾ കുറെ ഓർഗനൈസേഷൻ സംഘടനകൾ സ്ഥാപിച്ചു. അതിനെ നമ്മൾ സംഘ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റ് monks were called bhikshus because they survived on alms. അപ്പൊ ബുദ്ധിസ്റ്റ് മോങ്സ്, ബുദ്ധ സന്യാസിമാരെ നമ്മൾ ഭിക്ഷൂസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവര് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഭിക്ഷ യാചിച്ച് അല്ലെ, യാചിച്ചിട്ടാണ് അവര് ജീവിതം മുമ്പോട്ടുള്ളത്. അപ്പൊ അവരെ നമ്മൾ ഭിക്ഷൂസ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ വുമൺ കുഡ് ജോയിൻ ദ സംഘ വിത്ത് ദ പെർമിഷൻ ഓഫ് ഹർ ഹസ്ബൻഡ്. അപ്പൊ ഈ സംഘത്തിൽ ജോയിൻ ചെയ്യാൻ വുമൻസിനും വരാം, അവരവരുടെ ഹസ്ബൻഡിന്റെ സമ്മതത്തോടുകൂടി വരുവാണെങ്കിൽ വുമൻസിനും നമ്മുടെ ഈ സംഘത്തിൽ ജോയിൻ ചെയ്യായിരുന്നു. nuns were called bhikshunis. അങ്ങനെ വരുന്ന സന്യാസിമാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു,
വിളിക്കുന്നു? ഭിക്ഷുണീസ് എന്ന് വിളിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ സന്യാസിമാരെ നമ്മൾ ഭിക്ഷൂസ് എന്നും സന്യാസിനിമാരെ നമ്മൾ ഭിക്ഷുണീസ് എന്നും വിളിച്ചു. A person in debt, a slave, a royal employee or a child could join the Sangha with the permission of his or her creditors, master, king and the father respectively. അപ്പോൾ ഒരു കടം മേടിച്ച ആളുകൾക്ക് അല്ലേ, ഒരു കടബാധിതനായ ഒരു വ്യക്തിക്ക്, ഒരു രാജകീയ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു അടിമയ്ക്ക്, ഒരു കുട്ടിക്ക്, ഇവർക്കെല്ലാം ഈ സംഘത്തിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ആരുടെ പെർമിഷൻ വേണം? ഒരു ഡെപ്റ്റ് വരുവാണെങ്കിൽ, ഒരു കടബാധിതമായിട്ടുള്ള പേഴ്സൺ വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റേഴ്സിനോട് അല്ലേ കടം കൊടുത്ത ആളുടെ അനുവാദം വേണം. ഒരു സ്ലേവ് ഒരു അടിമ വരുവാണെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെ അനുവാദം വേണം. ഒരു കുട്ടി വരുവാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛന്റെ അനുവാദം വേണം. ഒരു രാജകീയ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ രാജാവിന്റെ അനുവാദം. അപ്പൊ ഈ ആളുകൾക്കെല്ലാം ഈ അനുവാദം കിട്ടിയാൽ എന്ത് ചെയ്യാം? ഈ സംഘത്തിൽ വന്ന് ജോയിൻ ചേരാം. The monks and nuns led very simple life. അപ്പൊ ഈ സന്യാസിമാരും സന്യാസിനിമാരും എല്ലാം വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. They spent much of their time on religious studies and meditation. അപ്പം മതപരമായ റിലീജിയസ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയും മെഡിറ്റേഷൻ ധ്യാനത്തിലും ഒക്കെ ആയിരുന്നു കൂടുതൽ സമയം ഇവര് മുഴുകിയിരുന്നത്. They wanted about to spread their faith among the people. ആളുകളിലേക്ക് തങ്ങളുടെ ഈ ഒരു ഫെയ്ത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവര് അതിനൊക്കെ നടക്കുമായിരുന്നു. They had to abide by the rules of their sangha. അവരെന്താ തങ്ങളുടെ സംഘത്തിലെ റൂൾസ് അവര് എപ്പോഴും പാലിക്കണം. The rules of the Buddhist sangha are contained in the text called വിനയ പീഠിക. അപ്പൊ ഈ ബുദ്ധിസ്റ്റിന്റെ ആ സംഘത്തിലെ റൂളുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ബുക്കിനെ, ആ ടെക്സ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് വിനയ പീഠിക എന്നാണ്. Within the sangha, members enjoyed equal status without consideration for their caste or wealth. ഈ സംഘത്തിലെ എല്ലാ ആളുകൾക്കും ഈക്വൽ സ്റ്റാറ്റസ്, എല്ലാവർക്കും ഒരേപോലെ തുല്യതയുണ്ട്. ആർക്കും അവരുടെ വെൽത്തിന്റെയോ കാസ്റ്റിന്റെയോ അടിസ്ഥാനത്തിൽ ആരെയും ഒരു മുൻഗണനയും ഇല്ലായിരുന്നു. Important issues were discussed and disputes settled meetings of the members. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ സെറ്റിൽ ചെയ്യുന്നത് എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടായിരിക്കും. The writings of some bhikshus and bhikshunis provide valuable information about the conditions during those times. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള പല ഭിക്ഷുസും ഭിക്ഷുണികളും എന്താണ് പല ബുക്കും റൈറ്റ് ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് അന്നത്തെ കണ്ടീഷൻസിനെ കുറിച്ചുള്ള പല അറിവുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താ മോൺസ്റ്ററീസ് എന്താണ്, അതായത് ആശ്രമങ്ങളെ കുറിച്ച്. ഓക്കെ, monks and nuns did not stay at one place for long. കൂടുതൽ കാലവും ഈ സന്യാസിമാരും സന്യാസിനികളും ഒന്നും ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ചിരുന്നില്ല. However, during long monsoon when traveling was difficult, they took shelter in caves or stayed in temporary homes. എന്താണ് മഴക്കാലത്ത് അവർക്ക് ഈ യാത്ര ചെയ്യുന്നതില്ലേ വേറെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വഴിയിൽ കാണുന്ന ഗുഹകളിലോ അല്ലെങ്കിൽ തൽക്കാലം ഒരു ഹോം ഉണ്ടാക്കി ടെമ്പററി ഹോംസിലൊക്കെയാണ് അവർ അഭയം പ്രാപിച്ചിരുന്നത്. In due course, permanent residence called viharas. അപ്പോൾ അവരുടെ പെർമനന്റ് താമസ സ്ഥലത്തെയാണ് നമ്മൾ വിഹാരാസ് അല്ലെങ്കിൽ മോൺസ്റ്ററീസ് ആശ്രമങ്ങൾ എന്ന് വിളിക്കുന്നത്. Were built for them. Separate residences were built for monks and nuns. അപ്പം സന്യാസിമാർക്കും സന്യാസിനിമാർക്കുമായിട്ട് പ്രത്യേകം അതായത് വിമൻസിനും മെൻസിനും വേണ്ടി പ്രത്യേകം വിഹാരാസ് ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. Many wealthy people, especially traders, become followers of Buddhism and Jainism. They gave huge donations for the construction of monasteries. അപ്പം പല വെൽത്തി പീപ്പിൾ അല്ലേ, പല സമ്പന്നരായ ആൾക്കാരും പ്രത്യേകിച്ച് വ്യാപാരികൾ ഈ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും പിൻഗാമികളായിട്ടുണ്ടായിരുന്നു. അവരത് ഫോളോ ചെയ്തിരുന്നു. അപ്പൊ അവരെന്തോ ചെയ്യും, ഒരുപാട് ഡൊണേഷൻസ് അവരുടെ ആശ്രമങ്ങൾ കെട്ടാനായിട്ട് ഒരുപാട് ഡൊണേഷൻസ് അവര് കൊടുക്കുമായിരുന്നു. While some monasteries were built of wood and brick, some were cave structures cut into rocky hillside. അപ്പോൾ ചിലത് നമ്മുടെ ഈ ഒരു റോക്കി ഹിൽസൈഡ് അല്ലേ, പാറക്കെട്ടുകൾ നിറഞ്ഞ മലഞ്ചെരുവുകളിൽ ഒരു കർവിന്റെ ആകൃതിയിൽ ഒരു ഗുഹയുടെ കേവിന്റെ ആകൃതിയിലൊക്കെ കെട്ടുമായിരുന്നു. ചിലത് വുഡും ബ്രിക്കും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ മോൺസ്റ്ററീസ് നമ്മൾ കെട്ടിയിരുന്നത്. Some of the monasteries grew into great centers of learning. അപ്പോൾ പല ആശ്രമങ്ങളും അല്ലേ അറിവുകളുടെ സെന്റേഴ്സാണ്, നമ്മൾ പഠന കേന്ദ്രങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ മോൺസ്റ്ററീസ്. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ജൈനിസം, ബുദ്ധിസം തുടങ്ങിയ കാര്യങ്ങൾ, ഉപനിഷത്ത്, പുതിയ റിലീജിയസ് ഐഡിയാസ് ആണ് നമ്മൾ പഠിച്ചത്. ജൈനിസം പിന്നെ ബുദ്ധിസം. ജൈനിസം കൊണ്ടുവന്നത് വർത്തമാന മഹാവീരനാണ്. അതുപോലെ ബുദ്ധിസം കൊണ്ടുവന്നത് ഗൗതമ സിദ്ധാർത്ഥൻ, ഗൗതമ ബുദ്ധൻ. പിന്നെ സംഘ എന്താണ്, അതായത് ബുദ്ധിസവും ജൈനിസവും അവര് ഓർഗനൈസേഷനിലെ അവരുടെ സംഘടനകളെയാണ് നമ്മൾ സംഘ എന്ന് വിളിക്കുന്നത്. മോൺസ്റ്ററീസ് സന്യാസിനിമാർക്കും ഒക്കെ താമസിക്കാനായിട്ട് കിട്ടുന്ന ആശ്രമങ്ങളാണ് മോൺസ്റ്ററീസ് എന്ന് പറയുന്നത്. പിന്നെ
ഉപനിഷത്ത്. ഉപനിഷത്തിന്റെ അർത്ഥം എന്താ? ടു സിറ്റ് നിയർ സംബഡി, ആരുടെയെങ്കിലും അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ് ഉപനിഷത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണം. സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം, നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്യണം, ടെക്സ്റ്റ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ചു വയ്ക്കണം. അതുപോലെ മാത്സിന്റെ ഹോംവർക്ക് ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. അതിനകത്ത് ഒരു കിടക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് തന്നെ വീണ്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.